ഈ അമ്മയുടെ തീക്ഷ്ണമായ ഈശ്വരവിശ്വാസവും ദൈവഭക്തിയും ഒക്കെ എന്നെ വളരെയേറെ ആകർഷിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസവും അബോധാവസ്ഥയിലായിരുന്നപ്പോൾ ഇവിടെ വരുന്നതിനും ഈ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഒക്കെ ഇടയായിട്ടുണ്ട്. അതെല്ലാം ദൈവസന്നിധിയിൽ നന്ദിയോടുകൂടെ ഓർക്കുന്നു. ഈ അമ്മ തീർച്ചയായും ദൈവരാജ്യത്തിൽ പോയിട്ടുണ്ട് എന്നുള്ളത് നിസ്തർക്കമായ കാര്യമാണ്. ഈ അമ്മയുടെ മക്കളെല്ലാവരും യഥാർത്ഥ ദൈവവിശ്വാസത്തിൽ നിലനിൽക്കുകയും അനേകർക്ക് തങ്ങളുടെ ജീവിതം വഴിയായി ദൈവം നൽകിയതായ നന്മകളെ പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഈ അമ്മയിൽ നിന്ന് കിട്ടിയ വലിയ ഒരു പൈതൃകമായിട്ട് മനസ്സിലാക്കുകയാണ്. ഈ അമ്മയുടെ വേർപാടിൽ വിഷമിച്ചു കഴിയുന്ന കുടുംബാംഗങ്ങളെ എല്ലാവരെയും പ്രത്യേകമായ അനുശോചനം അറിയിക്കുകയാണ്. ഇവിടുത്തെ കുഞ്ഞിച്ചായൻ്റെ പെങ്ങടെ കൊച്ചുമോനാണ് ഇവിടെ നിൽക്കുന്ന ബഹുമാനപ്പെട്ട ദാനിയേൽ കൊഴുവക്കാട്ടച്ചൻ. അച്ഛനിപ്പോൾ കുറിച്ചിമുട്ടം ഇടവകയുടെ വികാരിയായി ശുശ്രൂഷിക്കുകയാണ്. അച്ഛൻ്റെ പ്രത്യേകമായ പ്രാർത്ഥനയും അനുശോചനം അറിയിക്കുന്നു. കടമരട്ട മലങ്കര കത്തോലിക്ക ഇടവകയെ സംബന്ധിച്ചോളം ഈ പ്രദേശത്ത് താമസിക്കുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ ആ ഇടവകയിലെ അംഗങ്ങളാണ്. ഈ കുടുംബവും ഈ ഇടവകങ്ങളെല്ലാവരും പരസ്പര സ്നേഹത്തോടും ഐക്യത്തോടും കൂടെ ജീവിക്കുന്നു എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. ഇടവകയിലെ ധാരാളം ആളുകൾ ഇപ്പോൾ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഇടവകയിലെ എല്ലാ അംഗങ്ങളുടെയും പേരിൽ, എൻ്റെ വ്യക്തിപരമായ പേരിൽ, ബഹുമാനപ്പെട്ട ദാനിയേലച്ചൻ്റെ പേരിൽ ഈ അമ്മയുടെ വേർപാടിൽ ഞങ്ങൾക്കുള്ളതായ അഗാധമായ ദുഃഖവും അനുശോചനവും പ്രാർത്ഥനയും അറിയിച്ചുകൊണ്ട് ദൈവം തൻ്റെ ഭക്തർക്കായി ഒരുക്കിയിരിക്കുന്ന നീതിയുടെ കിരീടം പ്രാപിപ്പാൻ ഈ അമ്മയ്ക്ക് ഇടവരുത്തണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചേർക്കുന്നു. താങ്ക് യു. കോയർ ചരണം പാടും. മൗനമുറങ്ങും തന്റെ വിശുദ്ധ എല്ലാം നിമിഷം മൗനമുറങ്ങും തന്റെ വിശുദ്ധ എല്ലാം നിമിഷം കാഹളധുനീകൾ കടുജടയുയർത്തിടും തിരുമുഖം കാണാൻ പരനേ എന്നെ കാണാൻ എനിക്കധികം കൊതിയുണ്ട്. പരനേ എന്നെ കാണാൻ എനിക്കധികം കൊതിയുണ്ട്. പരനേ മുഖം കണ്ടു കൊതി തീര ഉണ്ടെനിക്കാശ. പരനേ നിന്നെ കാണാൻ എനിക്കധികം കൊതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. മുമ്പ് ഞാൻ പറഞ്ഞ മാതിരി സമൂഹത്തിലുള്ള പ്രിയപ്പെട്ടവരുടെ ആ വലിയ അവരുടെ ആ പോപ്പുലാരിറ്റി സ്തോത്രം. അതുകൊണ്ട് മത, ആത്മിക, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ തലങ്ങളിലുള്ള പ്രിയപ്പെട്ടവരൊക്കെ കടന്നു വരികയും അവിടെയായ നിലയിലുള്ള അനുസ്മരണങ്ങൾ അവൻ നടത്തി വരവെയാണ് വന്നുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഈ സമയം ഒരു മെസ്സേജ് കിട്ടിയത് ഇതാണ്. സിംഗപ്പൂരിലുള്ള കല്ലമ്പുറം ഫാമിലിയിൽപ്പെട്ട സജി ഈയുടെ ഫാമിലിയുടെയും ദുഃഖം ഈ സമയം ആമേൻ ഇവിടെ നേരുന്നു. തുടർന്ന് ബ്രദർ ജോസഫ് ഒരു വാക്ക് പറയും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാവട്ടെ. വിശേഷാല് മാതാവിൻ്റെ വേർപാടിൻ്റെ ദുഃഖത്തോടനുബന്ധിച്ച് എനിക്കും വിശേഷാല് ബോംബെയിലെ ഉല്ലാസർ IPC സഭയോടനുബന്ധിച്ച് കൂടി വരുന്ന എനിക്ക് ഈ വാത്സല്യ ഭവനത്തിൽ വിശേഷാല് മക്കള്, അല്ലെങ്കിൽ കൊച്ചുമക്കള്, അതുപോലെ ബന്ധുക്കാർ, ചേർച്ചക്കാരുടെ മധ്യത്തിൽ കടന്നുവരുവാനും ദുഃഖ ആചരണത്തിൽ എനിക്കും പങ്കുചേരുവാൻ സർവശക്തനായ ദൈവം ഈ പൽക്കാലം ഒരു സാവകാശം ഒരുക്കിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്ന സ്തോത്രം ചെയ്യുന്ന. വിശേഷാല്
ബോംബെ ഉല്ലാസ സഭയിലെ ഹല്ലേലൂയ അംഗമായിരിക്കുന്ന ഹല്ലേലൂയ മാതാവിൻ്റെ ഹല്ലേലൂയ മക്കളായിരിക്കുന്ന രാജു ബേർ, ഞങ്ങൾ നേരത്തെ സാംകുട്ടി ബേർ, ഞങ്ങൾ ഒരുമിച്ച് ഹല്ലേലൂയ സർവശക്തനായ ദൈവത്തെ ഒരുമിച്ച് സത്യത്തിലും ആത്മാവിലും അവിടെ ആരാധിപ്പാൻ സർവശക്തനായ ദൈവം ഞങ്ങൾക്ക് കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ആ സമയം മുതൽ ഹല്ലേലൂയ മാതാവിനെക്കുറിച്ച് ഞാൻ ഹല്ലേലൂയ അനേക കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. ആത്മീയത്തിൽ ഹല്ലേലൂയ അനേക ദൈവദാസന്മാർ ഹല്ലേലൂയ അനേക ദൈവമക്കളെ ഹല്ലേലൂയ ശുശ്രൂഷിപ്പാനും അവർക്കൊക്കെയും ഹല്ലേലൂയ ആത്മീയമായ കൈത്താൻ കൊടുക്കുവാൻ ഹല്ലേലൂയ ഒരു അനുഗ്രഹിക്കപ്പെട്ട മാതാവാണെന്ന് എനിക്ക് ഹല്ലേലൂയ അവിടെ അറിയാൻ സാധിച്ചു. അതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ കർത്താവ് തൻ്റെ ഹല്ലേലൂയ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഹല്ലേലൂയ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഹല്ലേലൂയ ഉയർത്തെഴുന്നേറ്റ് ഹല്ലേലൂയ ഒരുമിച്ച് ഹല്ലേലൂയ അവിടെ കാണുവാൻ എന്നുള്ള പ്രത്യാശയോടെ ഇപ്പോൾ കാലം നമ്മൾ ഓരോരുത്തരുമായിരിക്കുന്ന വിശേഷാല് മാനുഷ്യമായ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ മക്കളെയും ഹല്ലേലൂയ ബന്ധക്കാരെ ആരെയും ഹല്ലേലൂയ മാനുഷ്യമായിട്ട് നമുക്ക് ആശ്വസിപ്പിക്കാൻ പറ്റത്തില്ല. എന്നാൽ ഈ പൽക്കാലം ഹല്ലേലൂയ നമ്മൾ സേവിച്ച് നിൽക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ ഹല്ലേലൂയ ദൈവം പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്ന സമാധാനമല്ല. ആ വലിയവനായ ദൈവത്തിന്റെ സമാധാനത്താൽ വിശേഷാൽ ഈ ഭവനത്തിലായിരിക്കുന്ന ഹല്ലേലൂയ പൈതങ്ങളെ ഹല്ലേലൂയ ബന്ധക്കാരെ ശേഷക്കാരെ എല്ലാവരെയും ഹല്ലേലൂയ സർവശക്തനായ ദൈവം ഒരുപോലെ അനുഗ്രഹിക്കട്ടെന്ന് ആശംസിക്കുന്നു. അതുപോലെ വിശേഷാൽ എന്റെയും ഹല്ലേലൂയ എന്റെ കുടുംബത്തിന്റെയും വിശേഷാൽ ഞങ്ങൾ കൂടി വരുന്ന ബോംബെയിലെ ഉല്ലാസ റൈപ്പീസ് സഭയുടെയും അനുശോചനം ഈ പൽക്കാലം രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കർത്താവിന്റെ ദാസന്മാരായ പാസ്റ്റർ റോയി, ടി സൈമൺ, പാസ്റ്റർ സന്തോഷ്, പാസ്റ്റർ സിറ്റി ജോസ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ പ്രിയ അമ്മച്ചിയുടെ വേർപാടിൽ അതിയായ ദുഃഖമുണ്ട്. വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ ഒരു പൂർത്തീകരണം വരുത്തുവാൻ കഴിയത്തില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം പ്രിയ മാതാവ് കാട്ടിത്തന്നിട്ടുള്ള ആ മാതൃക ആത്മീയ ബന്ധം അത് വലുതാണ്. പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളെക്കാൾ കൂടുതലായി ആത്മീക ബന്ധത്തിന് പ്രിയ അമ്മച്ചി വില കൊടുത്തു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വിഷയമാണ്. കഴിഞ്ഞ ദിവസം തന്നെ അമ്മച്ചി തീർത്ത് കിടക്കയിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളിലൊന്നും അല്ലാത്ത ഒരു സഹോദരൻ ഹോസ്പിറ്റലിലേക്ക് കടന്നു വന്നു. അപ്പോൾ അമ്മച്ചി ഇങ്ങനെ പറഞ്ഞു, എനിക്കൊരു ഉമ്മ തരണമെന്ന് പറഞ്ഞു. ആ സഹോദരന് ഒരു ഉമ്മ കൊടുത്തു. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, അങ്ങനെയല്ല, എന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരണമെന്ന് പറഞ്ഞു. അങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തതിന് ശേഷം കുറച്ചു നേരം ഇവിടെ നിന്ന് സംസാരിക്കുവാനൊക്കെ ഇടയായി തീർന്നു. അപ്പോൾ എന്നെ വളരെ ചിന്തിപ്പിച്ചത് കുടുംബ ബന്ധങ്ങളെക്കാളൊക്കെ എത്രയോ ഉപരിയായിട്ട് ആത്മീക ബന്ധത്തിന് ഞങ്ങളുടെ അമ്മച്ചി വില കൊടുത്തു എന്നുള്ളത് മനസ്സിലാക്കുവാൻ അത് ഇടയായി തീർന്നു. വേർപാട് ഞങ്ങൾക്ക് മാനുഷികമായി ദുഃഖമുണ്ടെങ്കിലും അമ്മച്ചി കാട്ടിത്തന്നിട്ടുള്ള ഈ മാതൃകകളെ അത് ജീവിതത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് മുൻപോട്ടുള്ള ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ഞങ്ങൾക്ക് ഏവർക്കും അവിടെ ഇടയാകട്ടെ എന്ന പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുതുപ്പറമ്പിൽ കുടുംബത്തിന്റെയും തോണിയാങ്കുഴി കുടുംബത്തിന്റെയും പേരിലുള്ള എല്ലാ അനുശോചനങ്ങളും പ്രത്യേക ഇത്തരണം ഓർമ്മിക്കുന്നു. ദൈവം നമ്മെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്തൃദാസന്മാരെ, കടന്നു വന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനമറിയിക്കുന്നു. ഭവനത്തിലെ പ്രിയ അമ്മച്ചിയുടെ 2 മക്കളുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. ഇളയ മകന് കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. താൻ കരുവാറ്റായിലെ ദൈവവചനം പഠിപ്പാൻ കടന്നു വന്ന സമയത്ത് മുതൽ പരിചയപ്പെടുവാൻ, എന്നെ ദൈവവചനം പഠിപ്പിക്കുവാൻ, ആത്മീയ ബന്ധത്തിൽ പോകുവാൻ ഇടയായി തീർന്നു. അമ്മച്ചിയുടെ മകൻ ബോംബെയിൽ ഉല്ലാസ് നഗർ ചർച്ചിൽ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ രാജാന് ഞാൻ ആ ചർച്ചിൽ കടന്നു ചെന്ന സമയങ്ങളിൽ കാണുവാനും പരിചയപ്പെടുവാനും കഴിഞ്ഞ പ്രാവശ്യയുടെ കടന്നു വന്നപ്പോൾ ഭവനത്തിൽ കടന്നു വന്ന് ഒരുമിച്ച് സഹകരിപ്പാൻ ഒക്കെ ദൈവം അവസരം നൽകി തന്നു. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വൃദ്ധന്മാർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ
പിന്തുടരും. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 9-ാം അധ്യായം വായിക്കുമ്പോൾ തബീത എന്ന് പറയുന്നതായ ഒരു സഹോദരി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. പത്രോസ് ആ ഭവനത്തിൽ കടന്നു ചെന്ന സമയത്ത് തബീത ചെയ്തതായ സൽപ്രവൃത്തികൾ, അനേകർക്ക് ചെയ്തതായ ഉപകാരങ്ങൾ, അതവിടെ കടന്നു വന്നതായി വിധവമാരും മറ്റുള്ളവരും അവർക്ക് തുന്നിക്കൊടുത്തതായ വസ്ത്രങ്ങൾ കാണിച്ചുകൊണ്ട് വിലപിച്ചതായിട്ട് ദൈവവചനത്തിൽ വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം പറഞ്ഞു അവരുടെ പ്രവൃത്തികൾ അവരെ പിന്തുടരുന്നു. പ്രിയ മാതാവ് ഇത്രയും വർഷങ്ങൾ, ദീർഘവർഷങ്ങൾ ഭൂമിയിൽ ജീവിച്ചിരിപ്പാൻ, മക്കളെയും കൊച്ചുമക്കളെയൊക്കെ കാണുവാൻ ദൈവം ഭാഗ്യം നൽകിക്കൊടുത്തു. പ്രിയ മാതാവ് ജീവിച്ചിരുന്ന സമയത്ത് താൻ ചെയ്തതായ സൽപ്രവൃത്തികൾ കൊണ്ടാണ് ഇത്രയും പ്രിയപ്പെട്ടവർ ഇന്നിവിടെ കടന്നു വരുവാനിടയായിത്തീർന്നത്. പ്രിയ മാതാവ് കർത്താവിന്റെ സന്നിധിയിൽ വിശ്രമിക്കുന്നു. വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയുണ്ട്. ദുഃഖത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, മക്കളെ, കൊച്ചുമക്കളെ, പ്രിയപ്പെട്ടവരെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞാൻ കഴിഞ്ഞ നാളുകളിൽ വെൺമണി സഭയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. ആ സഭയിൽപ്പെട്ടതായ പ്രിയ സാജൻ ബ്രദറെ കുടുംബമായിട്ട് ഉല്ലാസ് നഗർ ചർച്ചിൽ ആരാധിക്കുന്നു. പ്രിയ രായ്ച്ചാന്റെ ഉറ്റ സുഹൃത്താണ്. ആ പ്രിയ സാജൻ ബ്രദറിന്റെയും കുടുംബത്തിന്റെയും അതുപോലെ ഉല്ലാസ് നഗറിലെ ചർച്ചിലെ സഭയുള്ള ബന്ധത്തിൽ അനുശോചനം അറിയിച്ചെങ്കിലും എന്നെ ഏൽപ്പിച്ച ദൗത്യം ഒന്നുകൂടെ പറയുകയാണ്. ആ സഭയുടേതായ അനുശോചനം ഈ സമയത്ത് അറിയിക്കുന്നു. സാജൻ ബ്രദറിന്റെ അനുശോചനം അറിയിക്കുന്നു. ദുഃഖത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സമയം നൽകി തന്ന കർത്താവ് ദാസനോട് നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ മാതാവിൻ്റെ വേർപാടിൽ ദുഃഖിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ ആശ്വാസവും ദൈവികമായ പ്രത്യാശയും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു അന്തരീക്ഷം ഇവിടെ ദർശിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ കാണുന്നു: നീതിമാന്റെ മരണത്തിലും പ്രത്യാശയുണ്ട്. ഈ പ്രിയ മാതാവ് ജീവിച്ച നാളുകളെക്കുറിച്ച് നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനപ്പുറമായി ഒരു ക്രിസ്തീയ പ്രത്യാശ നമുക്കുണ്ട്. ഇതാ മനുഷ്യനോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം എന്നുള്ള അവസ്ഥയിലേക്ക് ദൈവസഭ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പ്രിയ മാതാവിനെ നമുക്ക് കാണാം എന്നുള്ള പ്രത്യാശ ഞങ്ങൾക്കെല്ലാവർക്കുമുണ്ട്. മാതാവിൻ്റെ പ്രവൃത്തികൾ ജനത്തിന്, പൊതുവായ ജനത്തിനും അതുപോലെ തന്നെ ദൈവസഭയ്ക്കും അനുഗ്രഹമായിരുന്നു. പ്രത്യേകാൽ കർത്താവിൻ്റെ ദാസൻ പ്രിയ റെജിമോൻ സി പാസ്റ്ററിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെയൊരു മകനെ ദൈവസഭയ്ക്ക് സംഭാവന ചെയ്യുവാൻ പ്രിയ മാതാവിന് ഇടയായത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക പ്രത്യാശ കൊണ്ട് ദൈവം എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന IPC തെക്കുമല സഭയുടെ അനുശോചനം രേഖപ്പെടുത്തുന്നു. ദൈവം നമ്മെ ആശ്വസിപ്പിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മളിൽ നിന്ന് വേർപെട്ടുപോയ പ്രിയ മാതാവിൻ്റെ വേർപാടിൽ ദുഃഖാർത്ഥരായ പ്രിയപ്പെട്ടവരോടൊപ്പം ഇന്ന് പകൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 85 വർഷം ഈ ഭൂമിയിൽ ജീവിപ്പാൻ പ്രിയ മാതാവിന് ദൈവം അവസരം കൊടുത്തു. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു: ഒരു മനുഷ്യന്റെ ആയുസ് 70, ഏറെ ആയാൽ 80. അത് കഴിഞ്ഞ് 5 വർഷം കൂടെ ജീവിപ്പാൻ പ്രിയ മാതാവിന് ദൈവം അവസരം കൊടുത്തതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം കൊടുത്ത ആയുസ് പൂർത്തീകരിച്ചതിന് ശേഷം നിത്യവിശ്രാമത്തിനായി ചേർത്തുകൊള്ളുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഉയർപ്പിന്റെ പൊൻപുലരിയിൽ തേജസ്സുള്ള ശരീരത്തോടുകൂടെ പ്രിയ മാതാവിനെ നമുക്ക് വീണ്ടും കാണാം. അപ്പോസ്തലനായ പൗലോസ് നമുക്ക് നൽകി തന്നിരിക്കുന്ന ഏറ്റവും അതിപ്രധാനമായ മർമ്മം: നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യ കാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണുമിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ നാം ധരിക്കും, ഈ മർത്യമായത് അമർത്യത്തെ നാം ധരിക്കും. അപ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്ന വചനം നിവൃത്തിയാകും. ദുഃഖാർത്ഥരായ പ്രിയപ്പെട്ടവരെ കർത്താവ് ആശ്വസിപ്പിക്കുമാറാകട്ടെ. ഞങ്ങളുടെ സെന്ററിന് അഭിമാനമായി നിലകൊള്ളുന്ന കർത്താവിന്റെ ദാസൻ റെജിമോൻ സി അവറുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രിയ മാതാവ് ശരീരത്തെ സൗഖ്യമില്ലാതിരുന്ന പല സന്ദർഭങ്ങളിലും പോയി കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരം ദൈവം നൽകി തന്നിട്ടുണ്ട്. അതെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സർവകൃപാലുവായ ദൈവം നമ്മെ എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ.
ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന IPC പെനിയൽ കീക്കുഴി സഭയുടെ അനുശോചനവും ഭാവി പ്രത്യാശയും അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. കർത്താവിൽ പ്രിയരെ, അമ്മച്ചയെക്കുറിച്ചുള്ള അനുസ്മരണം നടത്തുവാൻ വേണ്ടി നമുക്ക് വലിയ ഇൻട്രഡക്ഷനും കണ്ടന്റും കൺക്ലൂഷൻ്റെ ഒന്നും ആവശ്യമില്ല. സമയം വളരെ വിലപ്പെട്ടതാണ്, വളരെ പ്രഷ്യസാണ്, ദ്രുതഗതി പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം തുടർന്ന് പറയാൻ ആമേൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട വളരെ ശ്രദ്ധിക്കണം. ആമേൻ. ചാക്കോസ് കറിയ, പാസ്റ്റർ ജിജി, ജോർജ് കുട്ടി അളിയൻ, പാസ്റ്റർ തോമസ് മാത്യു, അതിനുശേഷം വേറെ ഒരു പാട്ട് പാടും. ചാക്കോ സ്കറിയ, പാസ്റ്റർ ജിജി. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ 85 വർഷം ഈ ഭൂമിയിൽ പാർത്ത് കർത്താവ് വിളിച്ച സന്ദർഭത്തിൽ നിത്യത്തിൽ പ്രവേശിച്ച പ്രിയമാതാവിൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ടവർ ഏവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ സ്നേഹിതൻ റെജിപ്പാസ്റ്ററോടുള്ള ബന്ധത്തിൽ പല പ്രാവശ്യം ഈ ഭവനത്തിൽ വരുമ്പോൾ പ്രിയമാതാവിനെ കാണുവാനും പരിചയപ്പെടുവാനും ഒക്കെ ദൈവം അവസരമൊരുക്കിയിട്ടുണ്ട്. ക്രൈസ്തവ പ്രത്യാശയുടെ പൊൻപുലരിയിൽ പ്രിയമാതാവിനെയും വീണ്ടും നമുക്ക് കാണാമെന്നുള്ള ആ പ്രത്യാശയോടെ പ്രിയപ്പെട്ടവർക്കായിരിക്കാൻ കർത്താവ് ഇടയാക്കി തീർക്കുമാറാകട്ടെ. ഈ അടഞ്ഞ കണ്ണുകൾ ഇനിയും ഇമ്മ വെട്ടി തുറക്കുന്നൊരു ദിവസമുണ്ട്. ഈ നിശ്ചലമായ കൈകാലുകൾ ഇനിയും ചലിക്കുന്നൊരു ദിവസമുണ്ട്. ഈ ചുണ്ടുകൾ ഇനിയും ശബ്ദിക്കുന്നൊരു ദിവസമുണ്ട്. അതാണ് നമ്മുടെ പ്രത്യാശ. ആ പ്രത്യാശ കൊണ്ട് ദൈവം എല്ലാ ഹൃദയങ്ങളെയും നിറയ്ക്കട്ടെ. ഞാൻ ശുശ്രൂഷിക്കുന്ന ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭ വെല്ലിന്തി IPC സഭയുടെയും പെന്തക്കോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ PCI പത്തനംതിട്ട മേഖലയുടെയും എൻ്റെയും കുടുംബത്തിൻ്റെയും പേരിലുള്ളതായ എല്ലാ ഭാവി പ്രത്യാശയും ദുഃഖവും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കും. ജോർജ് കുട്ടി അളിയൻ, ഇല്ല, ഇവിടുത്തെ മരുമകനാണ് ജോർജ് കുട്ടി. സ്തോത്രം. പാസ്റ്റർ തോമസ് മാത്യു, കൊയറൊരു ചരണം പാടും. പ്രിയമുള്ളവരെ, ഇതൊരു സാമൂഹ്യമായി നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് കൂടി
മരണാന്തര ജീവിതത്തെക്കുറിച്ച് വ്യത്യസ്തമായ വ്യൂസും കൺസെപ്റ്റും ഉള്ളവരൊക്കെ ഇവിടെ വന്ന് അറ്റൻഡ് ചെയ്യുകയും സംബന്ധിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. എന്നാൽ നമുക്ക് വ്യക്തമായിട്ടൊരു ഉറപ്പുണ്ട്, ഇതൊരു ട്രാൻസ്ഫോർമേഷൻ നടന്നിരിക്കുകയാണ്. ഒരു ട്രാൻസ്ഫിഗറേഷന് വേണ്ടി ആ അമർത്യത പ്രാപിക്കും. അമ്മച്ചയെ കാണുന്നത് ഈ മർത്യമായ ജഡത്തിലല്ല, ഒരു സ്പിരിച്വൽ ബോഡിയോട് കാണും. അതാണ് ക്രൈസ്തവ പ്രത്യാശ, അതാണ് ട്രൂത്ത്. താങ്ക് യു ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് IPC കർമ്മേൽ ചാന്തുകാവ് സഭയുടെ PIPയുടെ പ്രതിനിധിയായിട്ടും അവിടുത്തെ ട്രഷററായി സേവനം ചെയ്യുന്ന ബ്രദർ സുബിൻ വർഗീസ്, പാസ്റ്റർ തോമസ് മാത്യു, പാസ്റ്റർ ജോസ്, പാസ്റ്റർ ബിജു ആന്റണി, പാസ്റ്റർ ബിനു ജോർജ്. സുബിൻ വർഗീസ്. പാസ്റ്റർ തോമസ് മാത്യു. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദുഃഖാർത്തരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, ആദരണീയരായ ദൈവദാസന്മാരെ, ഈ പകൽക്കാലം ഇങ്ങനെ ഒരു പ്രത്യേക സന്ദർഭത്തിലായിരിക്കാൻ ദൈവം ഇടയാക്കിയതോർത്ത് സ്തോത്രം. സഖറിയാവ് തൻ്റെ ശുശ്രൂഷ തികച്ച ശേഷം ഭവനത്തിലേക്ക് പോയി എന്ന് തിരുവെഴുത്ത് ഞാൻ ഇത്തരത്തിൽ ഓർക്കുന്നു. എൻ്റെ ശുശ്രൂഷയുടെ പ്രാരംഭ സമയം ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ മുണ്ടമ്പാറ സഭയിലാണ് ശുശ്രൂഷ ആരംഭിക്കുന്നത്. ആ പ്രാരംഭ കാലഘട്ടത്തിൽ അവിടെയുള്ള ദൈവമക്കളോട് ചേർന്ന് ശുശ്രൂഷിപ്പാൻ കർത്താവ് കൃപ തന്നു. അവിടെയുള്ള ഭവനങ്ങളിൽ ഏറ്റവും കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു കുടുംബമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ അവിടെ ആയിരിക്കുന്ന സമയത്താണ് പ്രിയ രാജുവൊക്കെ ബോംബെയിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഓർക്കും മൃത്യുപഥത്തിൽ നിന്ന് ഓർത്തു വരും. ദൈവത്തിന് സ്തോത്രം. അന്ന് പ്രാർത്ഥിച്ച് യാത്ര അയക്കാൻ ദൈവം ഇടയാക്കി. ഈ പ്രിയ മാതാവ് ഞങ്ങളുടെ കുടുംബവുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു കുടുംബം എന്ന നിലയിൽ സന്തോഷത്തോടെ ആ കുടുംബക്കാരെ ഓർപ്പാക്കുവാൻ കഴിയും. ശുശ്രൂഷയുടെ ബന്ധത്തിൽ അവിടെ കടന്നു ചെല്ലുമ്പോൾ ആദ്യം അവർ ചെയ്യുന്നത് ഒരു ഗ്ലാസ് പാല് തരും. ദൈവത്തിന് സ്തോത്രം. ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പം ചെയ്യുന്നത് സാധാരണ വെള്ളം കൊടുക്കുന്നതിന് പകരമായി ഒരു ഗ്ലാസ് പാലാണ് തരുന്നത്. ഞാൻ ശുശ്രൂഷയുടെ സമയത്തെല്ലാം അവരുടെ സ്വീകാര നടപടി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും പല സ്ഥലങ്ങളിലും ആ കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ ദൈവം ഇടയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല. സമയത്തിൻ്റെ വില നന്നായി മനസ്സിലാക്കിയിരിക്കുന്നു. ദുഃഖാർത്തരായിരിക്കുന്ന കുടുംബങ്ങളെ, മക്കളെ കർത്താവ് സകല ബുദ്ധിയും കവിയുന്ന ദിവ്യ സമാധാനത്താൽ ആശ്വസിപ്പിക്കട്ടെ. അവരുടെ ശുശ്രൂഷയ്ക്ക് കർത്താവ് ധാരാളമായി പ്രതിഫലം നൽകി ആദരിക്കട്ടെ. നിത്യതയുടെ പൊൻപുലരിയിൽ കർത്താവിൻ്റെ വരവിൽ പ്രതിഫലം പ്രാപിക്കുമ്പോൾ ഏറ്റവും ഉന്നതമായ നിലയിലുള്ള പ്രതിഫലം അവർ വാങ്ങട്ടെ എന്നുള്ള ഞാൻ പ്രാർത്ഥിക്കുന്നു. ദുഃഖാർത്തരായ കുടുംബങ്ങളെ ദൈവം ആശ്വസിപ്പിക്കുന്ന പ്രാർത്ഥനയോട് വാക്കുകൾ ചുരുക്കുന്നു. സമയം വെച്ചപ്പോൾ കർത്തൃദാസന് നന്ദി. ആമേൻ. സമയം ദ്രുതഗതി പോകുന്നതുകൊണ്ട് ടൈമിന് കടുത്ത നിയന്ത്രണമുണ്ട് എന്നുള്ള കാര്യം കൂടെ കർത്തൃദാസന്മാർ ദയവായി ഓർക്കണം. തുടർന്ന് മുൻപ് പേര് വിളിച്ച കർത്തൃദാസന്മാർ പാസ്റ്റർ ജോസ്, ബിജു ആന്റണി, ബിനു ജോർജ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വാത്സല്യ മാതാവിൻ്റെ വേർപാടോടുള്ള ബന്ധത്തിൽ ആയിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരെ കർത്താവ് അധികമായി ആശ്വസിപ്പിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. അമ്മച്ചിയുടെ മകൻ റെജിമോൻസിയുമായിട്ട് കർത്താവിൻ്റെ വേലയിൽ വളരെ സഹകരിച്ച് പ്രവർത്തിപ്പാനും ഈ കുടുംബത്തിൻ്റെ ഓരോ കാര്യങ്ങളിലും ബന്ധപ്പെട്ട സമയം മുതൽ ഇന്നുവരെയും വന്ന് പ്രാർത്ഥിപ്പാൻ ദൈവം കൃപ ചെയ്തു. മാതാവിൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന ഈ കുടുംബത്തെ എല്ലാ വിധത്തിലും ദൈവം ആശ്വസിപ്പിക്കട്ടെ. കുമ്പളാമ്പയ്യ ബരേഗ IPC സർജന്റെ ഭാവി പ്രത്യാശയെ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു എന്ന് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ വിശ്വസിച്ച് ഈ ലോകത്തിൽ ജീവിക്കുകയും നല്ലൊരു അന്തം ഹാലെ പ്രൈസ് ലോർഡ് ഇവിടെ പ്രാപിക്കുകയും നിത്യതയിലേക്ക് ഹാലെ പ്രൈസ് ലോർഡ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഹാലെ ചേർക്കപ്പെടുവാൻ പ്രിയ മാതാവിന് കർത്താവ് കൃപ ചെയ്തു.
പ്രൈസ് ലോർഡ് കർത്താവ് ധാരാളമായി പ്രൈസ് ലോർഡ് വലിയ അനുഗ്രഹങ്ങൾ വിടുതലുകളൊക്കെ പ്രൈസ് ലോർഡ് നൽകി കഴിഞ്ഞ കാലങ്ങളിൽ പ്രൈസ് ലോർഡ് നല്ലൊരു വിശ്വാസിയായി ജീവിപ്പാൻ കർത്താവ് പ്രിയമാതാവിനെ സഹായിച്ചു. ഈ മർത്യമായത് അമർത്യത്തെയും ഈ പ്രൈസ് ലോർഡ് ദ്രവത്വമുള്ളത് അദ്രുതത്തെയും ധരിക്കും. അപ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നുള്ള ആ ഭാവി പ്രത്യാശ പ്രൈസ് ലോർഡ് നമുക്ക് അനുഭവിക്കുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് പ്രാർത്ഥനയോടെ പ്രൈസ് ലോർഡ് IPC മൂന്നുകൽ സഭയുടെ അനുശോചനവും പ്രൈസ് ലോർഡ് എൻ്റെ വ്യക്തിപരമായ നാമത്തിലുള്ള അനുശോചനവും അറിയിച്ചുകൊണ്ട് കർത്താവിൻ്റെ വലിയ തിരുനാമം മഹത്വമെടുക്കുമാറാകട്ടെ. പ്രിയ മാതാവിൻ്റെ വേർപാടിൽ ഇങ്ങനെ കടന്നു വരുവാൻ കർത്താവ് ഒരുക്കിയ മുഖാന്തരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ പ്രാർത്ഥനാ ജീവിതമുള്ള വിശ്വാസമുള്ള ദേശത്തിനും ദൈവസഭയ്ക്കും മാതൃകയായ ജീവിച്ചൊരു പ്രിയ മാതാവിനെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. രോഗാതുരമായി ഹോസ്പിറ്റലിൽ ആയിരുന്ന സമയത്ത് ഞങ്ങൾ കുടുംബമായി അവിടെ കടന്നുപോയി പ്രാർത്ഥിച്ച സമയത്ത് ഡോക്ടർമാരോടും കടന്നു വരുന്നവരോടെല്ലാം സുവിശേഷം പങ്കുവെക്കുവാനും അതൊക്കെ കാണുവാനും രക്ഷിക്കപ്പെടണമെന്നും സ്നാനപ്പെടണം കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കണമെന്നൊക്കെയുള്ള ആഹ്വാനം രോഗക്കിടക്കയിൽ കിടന്ന് ആഹ്വാനം ചെയ്യുവാൻ കാണുന്നത് എൻ്റെ ജീവിതത്തിൽ ഇടയാക്കി. ദൈവത്തിന് പ്രത്യേകിച്ച് വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന ഈ ഭവനത്തെ കർത്താവ് ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. പടശ്ശേരിക്കര ഇന്ത്യ പെന്തക്കോസ്ത് ടൗൺ സഭയുടെ ദുഃഖവും പ്രത്യാശയും രേഖപ്പെടുത്തുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ അമ്മച്ചിയുടെ ദേഹവിയോഗത്തിൽ ഇവിടെ ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി തീർത്തു. കഴിഞ്ഞ 85 വർഷം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ വേണ്ടി പ്രിയ അമ്മച്ചിക്ക് അവിടെ ഇടയായി തീർന്നു. ദൈവത്തെ അറിഞ്ഞുകൊണ്ട് ദൈവനാമ മഹത്വത്തിനു വേണ്ടി ആവോളം പ്രവർത്തിക്കുവാൻ വേണ്ടി പ്രിയ അമ്മച്ചി അവിടെ ഇടയാക്കി തീർത്തു. പ്രിയ അമ്മച്ചിയുടെ ദേഹവിയോഗം ഞങ്ങളുടെ ചാന്തുകാവ് സഭയ്ക്ക് പുത്രിയ സംഘടനകൾക്കൊക്കെ വളരെ വലിയ നഷ്ടം തന്നെയാണ്. മാനുഷിക നിലവാരത്തിൽ വളരെയധികം ദുഃഖവും പ്രയാസവും ഉണ്ടെങ്കിലും കർത്താവായ യേശുക്രിസ്തു ആദ്യഫലമായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നതുകൊണ്ട് പ്രിയ മാതാവും ഉയർപ്പിൻ്റെ പൊൻപുലരിയിൽ ഉയർത്തെഴുന്നേൽക്കും. തീർച്ചയായിട്ടും ഞങ്ങളത് വിശ്വസിക്കുന്നു. ദുഃഖിതരായിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും മക്കൾ, കൊച്ചുമക്കൾ, ബന്ധുമിത്രാദികളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ദിവ്യ സമാധാനത്താൽ ആശ്വസിപ്പിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ചാന്തുകാവ് കർമ്മൽ PYPയുടെയും പുത്രിയ സംഘടനകളായിരിക്കുന്ന സൺഡേ സ്കൂള് PYPയുടെ അനുശോചനവും ദുഃഖവും ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. ദൈവം ദിവ്യ സമാധാനത്താൽ നിങ്ങളെ എല്ലാവരെയും നിറയ്ക്കുമാറാകട്ടെ. കർത്തൃക്കാഹളം വാനിൽ കേൾക്കുവാൻ കാലമായില്ലേ പ്രിയനേ. കർത്തൃക്കാഹളം വാനിൽ കേൾക്കുവാൻ കാലമായില്ലേ പ്രിയനേ. ആശയേറുന്നേ നിന്നെ കാണുവാൻ യേശുവേ വരണേ. ആശയേറുന്നേ നിന്നെ കാണുവാൻ യേശുവേ വരണേ. സ്വർഗനാട്ടിലും പ്രിയം തീർത്തിടും സ്വന്തം വീട്ടിൽ ചേർന്നിടുവാൻ. സ്വർഗനാട്ടിലും പ്രിയം തീർത്തിടും സ്വന്തം വീട്ടിൽ ചേർന്നിടുവാൻ. മാമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. മാമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. തുടർന്ന് പത്തനംതിട്ട കുമ്പഴ കൗൺസിലർ ശ്രീ സുരേഷ് കുറുപ്പ്, ചെയർമാൻ സുരേഷ് കുറുപ്പ്, അനന്തരമായി പാസ്റ്റർ ബേബിക്കുട്ടി.
പത്തനംതിട്ട നഗരസഭയുടെ എന്നോടൊപ്പം ഇവിടെ കടന്നു വന്ന ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായ ശ്രീ KR അരവിന്ദാക്ഷൻ നായർ, ഈ അന്ത്യശുശ്രൂഷാ കർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനരായ പാസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട നാട്ടുകാർ, ബന്ധുമിത്രാദികളെ, സുഹൃത്തുക്കളെ, ബഹുമാനിയും പ്രിയങ്കരിയുമായ നമ്മുടെ പ്രിയ മാതാവ് ദൈവത്തിൻ്റെ സവിധത്തിലേക്ക് പോയിരിക്കുകയാണ്. മരണം നമ്മളെല്ലാം ദുഃഖിപ്പിക്കുന്ന വസ്തുതയാണെന്ന് പ്രത്യേകിച്ച് ആരോടും പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. ദൈവം തമ്പുരാൻ ഈ ഭൂലോകത്തിലേക്ക് ഓരോ മനുഷ്യജീവിയെയും പറഞ്ഞയക്കുമ്പോൾ ചില ഉത്തരവാദിത്തങ്ങളും കർത്തവ്യങ്ങളും കർമ്മങ്ങളും ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് അവർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ. നന്മയും സമാധാനവും കാംക്ഷിച്ചുകൊണ്ട് നല്ല ഒരു കുടുംബജീവിതം ഉണ്ടാക്കുകയും ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ദൈവം തമ്പുരാൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം. പ്രിയപ്പെട്ട മാതാവ് ജീവിതകാലത്തിനിടയിൽ മനുഷ്യ സഹജമായ ഉണ്ടാകുന്ന കാര്യങ്ങളല്ലാതെ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുവാനോ വേദന ഉണ്ടാക്കുവാനോ തയ്യാറായിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ജീവിതത്തിൻ്റെ അർത്ഥവും വ്യാപ്തിയും ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള മാതാവിൻ്റെ ഈ മരണം നമ്മെല്ലാം ദുഃഖിപ്പിക്കുന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ആ വിധി അത് സ്നേഹത്തോടുകൂടി നമ്മൾ സ്വീകരിക്കുകയും ബന്ധുമിത്രാദികളെയും ഈ മരണം കൊണ്ട് കൂടുതൽ ദുഃഖം ഉണ്ടാക്കിയ ആളുകളെയും സമാശ്വസിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. ആ കർത്തവ്യം ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളെല്ലാം അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോൾ പത്തനംതിട്ട നഗരസഭയുടെ ചെയർമാൻ നിലയിൽ ഞാനും അതിൽ പങ്കാളിയാവുന്നു. എൻ്റെ അഗാധമായ ദുഃഖം ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പാസ്റ്റർ ബേബിക്കുട്ടി. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന മക്കളെ, കൊച്ചുമക്കളെ, കർത്താവിൻ്റെ ദാസം എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രിയ മാതാവിൻ്റെ ഇളയ മകളെ വിവാഹം കഴിച്ചിരിക്കുന്നത് പ്ലാക്കുഴി കുടുംബത്തിലാണ് ജാത്തന്തര. അവിടെ നിന്നാണ് ഞാനും വിവാഹം കഴിപ്പാൻ ഇടയായി തീർന്നത്. ഈ പ്രിയ മാതാവിൻ്റെ ആ എല്ലാ നല്ല ഗുണങ്ങളും അമ്മ അനുഭവിച്ചറിയുവാൻ എൻ്റെ ജീവിതത്തിലും ഇടയാക്കിയിട്ടുണ്ട്. ആശുപത്രിയിലായിരുന്നപ്പോൾ മാതാവ് ശാരീരികമായ ക്ഷീണവും പ്രയാസമുണ്ടെങ്കിലും വളരെ പ്രത്യാശയോടെ അമ്മേ, ഞാൻ വേർപെട്ടാൽ ഞാൻ ഇവിടെയെങ്ങും കറങ്ങാതെ നേരെ സ്വർഗത്തിലെത്തുമെന്നുള്ള ആ വാഗ്ദത്തം ഞങ്ങളോട് അറിയിപ്പാൻ ഇടയായി തീർന്നു. ഏറിയ പ്രത്യാശ ഉണ്ട്. വീണ്ടും കർത്താവിൻ്റെ അല്ലിൽ കാഹളം ധനിക്കുമ്പോൾ കാണാമെന്നുള്ള പ്രത്യാശയോടെ ഏറിയ പ്രാർത്ഥനയോടും ദൈവസേനയിൽ മാതാവിനെ കാണാമെന്നുള്ള ആ ഉറപ്പോടെ എല്ലാ പ്രത്യാശയും നേർന്നുകൊണ്ട് എൻ്റെ ദുഃഖവും അറിയിച്ചുകൊണ്ട് ദൈവസേനയിലിരിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ മരണഭവനത്തിലും അതുല്യ ദൈവസാന്നിധ്യം ആത്മാവിലും ജഡത്തിലും നാം അറിയുന്നു. ദൈവങ്ങളൊന്ന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. അടുത്തതായി IPC ചാന്തകാവ് കർമ്മേൽ സഭയുടെ സെക്രട്ടറിയായി സേവനം ചെയ്യുന്ന ബ്രദർ PJ എബ്രഹാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രിയ കുടുംബവുമായി പ്രിയ പാസ്റ്റ് ഇവിടെ വന്ന് താമസമായതിനു ശേഷമാണ് മാതാപിതാക്കളുമായി ഇത്രയും അടുത്ത് പരിചയപ്പെടുവാനിടയായത്. അതിന് മുമ്പ് തന്നെ ഈ ഭവനവുമായി എനിക്ക് അറിയാം, ബന്ധങ്ങളും ഉണ്ടെങ്കിൽ അടുത്ത് പരിചയപ്പെടുവാനിടയായത് അതിന് ശേഷമാണ്. ഈ മാതാപിതാക്കളുടെ സ്നേഹം നമുക്ക് ഏവർക്കൊരു മാതൃകയാണ്. ഈ മാതാവിനെ നമ്മൾ വന്ന് കാണുമ്പോഴേ ഒരു ചുംബനത്തോടുകൂടിയാണ് ഈ മാതാവ് ആളുകളെ സ്വീകരിക്കുകയും ദൈവമക്കളോട് ഇടപെടുകയും ചെയ്യുന്നത്. എപ്പോഴും ദൈവവചനം ശുശ്രൂഷിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നൊരു മാതാവാണ്.
ഈ പ്രിയ ഭവനം ഈ മാതാവിനെ ശുശ്രൂഷിക്കുന്നത് കണ്ട് ഏവർക്കും ഒരു മാതൃകയാക്കാവുന്ന ഒരു സംഗതിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മാതാപിതാക്കളെ മക്കൾ ശുശ്രൂഷിക്കുക, മക്കളെ മാതാപിതാക്കളെ സ്നേഹിക്കുക, ഇത് നമുക്കെല്ലാവർക്കും കണ്ടുപഠിക്കാവുന്ന ഒരു കാര്യമാണ്. ഈ മാതാവ് ഈ ദിവസങ്ങളിലായി ശാരീരികമായി ക്ലേശത്തിലായിരുന്ന സമയങ്ങളൊക്കെ ഈ കുടുംബം, ഇവരുടെ മക്കള്, കൊച്ചുമക്കള്, മരുമക്കള്, ഇവരെല്ലാവരും വന്ന് ഈ മാതാവിനെ ശുശ്രൂഷിക്കുന്നത് കാണുവാൻ, നേരിട്ട് കാണുവാൻ ഞങ്ങൾക്ക് ഇടയായിട്ടുണ്ട്. ശാന്തസഭയോടുള്ള ബന്ധത്തിൽ ഈ കുടുംബം ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ്. ഇവരുടെ സ്നേഹവും സഹകരണവും വളരെ ബലപ്പെട്ടതാണ്. ശാന്ത YPC കർമ്മേൽ സഭയുടെ നാമത്തിലുള്ള എല്ലാ അനുശോചനങ്ങളും ദുഃഖവും ഞങ്ങൾ ഈ സമയം അറിയിക്കുന്നു. അതുപോലെ ഈ കുടുംബത്തോട് ബന്ധപ്പെട്ട പൊന്നോലിൽ കുടുംബം അമേരിക്കയിൽ നിന്ന് വിളിച്ചിരുന്നു. ജെയിംസ് കുടുംബം, അതുപോലെ പൊന്നോലിൽ കുടുംബത്തിൻ്റെ എല്ലാവിധമായ അനുശോചനവും ദുഃഖവും ഈ സമയം ഞങ്ങൾ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കയറൊരു ചരണം പാടും. என் பிரியன் பார்ப்பிடும் മനോഹര ഹർമ്മ്യം, എൻ പ്രിയൻ പാർപ്പിടും മനോഹര ഹർമ്മ്യം, മുത്തുകളാൽ നിർമ്മിതമാം 12 ഗോപുരം, മുത്തുകളാൽ നിർമ്മിതമാം 12 ഗോപുരം. എന്നല്ലൽ തീർന്നു ഞാൻ ഹല്ലേലൂയ പാടും, എന്നല്ലൽ തീർന്നു ഞാൻ ഹല്ലേലൂയ പാടും. മന്നവനാമേശുവിനോട് കൂടെ വാണിടും, മന്നവനാമേശുവിനോട് കൂടെ വാണിടും. ഉയർപ്പിൻ ജീവനാ നിത്യജീവൻ നൽകും, ഉയർപ്പിൻ ജീവനാ നിത്യജീവൻ നൽകും. കർത്താവിനോടു കൂടെയൻ നിത്യവാസമേ, കർത്താവിനോടു കൂടെയൻ നിത്യവാസമേ. ഞങ്ങളിവിടെ വന്നിട്ട് 6 മാസം കഴിയുന്നു. അന്ന് ആ വന്ന സമയം മുതൽ നിസ്വാർത്ഥതയുള്ള ഒരു മാതൃസ്നേഹം ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ടു, സഫീഷ്യൻ്റായിട്ട്. 6-ാം തീയതി 4 മണി ഒരു 3:30 കഴിഞ്ഞപ്പോൾ, ഏർലി മോർണിംഗ് കഴിഞ്ഞപ്പോൾ സിംറ്റംസ് കാണിച്ചു. ആമേൻ. പറന്നു പോകാനുള്ള അടയാളങ്ങൾ കാണിച്ചു തുടങ്ങി. 4 മണിക്ക് എന്നെ വിളിക്കുന്നു. ഞാൻ അന്നേരം തന്നെ ഇവിടെ എത്തിയപ്പോൾ മക്കളും കൊച്ചുമക്കളൊക്കെ പരിശുദ്ധാത്മാവിൽ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അതുല്യമായ ദൈവിക പ്രസൻസിൽ ഏർലി മോർണിംഗ് കറക്റ്റ് 6 മണിക്ക് മർത്യമായി ജഡത്തിൽ നമ്മൾ അമർത്യതയുടെ ആത്മാവ് പറന്നുപോയി. സ്തോത്രം. പ്രത്യാശ കൊണ്ട് നമ്മുടെ ഉള്ളം നിറയുന്നു. താങ്ക് യു ലോർഡ്. ആമേൻ. തുടർന്ന് ബ്രദർ KM വർഗീസ് പാസ്റ്റർ ചെറിയാൻ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രിയ മാതാവിൻ്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന കുഞ്ഞുങ്ങളോടും പ്രിയപ്പെട്ടവരോടും ബന്ധുക്കളോടും ഒന്നിച്ച് അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുവാൻ ഞങ്ങൾക്ക് ഒരവസരം ദൈവം നൽകിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ കുടുംബത്തോടുള്ള ബന്ധം ഞങ്ങൾക്കുള്ളത് അവരുടെ മക്കൾ ബോംബെയിലുള്ളത് കൊണ്ടാണ്. ഞങ്ങളിപ്പോൾ ബോംബെയിലാണെങ്കിൽ തന്നെയും ഞങ്ങളിപ്പോൾ നാട്ടിലെ പ്രായമായതുകൊണ്ട് വന്ന് താമസിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ വന്നു വരാൻ സാധിച്ചത്. എന്നാൽ മക്കളിൽ കൂടിയാണ് അവരുടെ മാതാപിതാക്കന്മാരെ ഞങ്ങൾ അറിയുവാൻ സാധിച്ചത്. കാര്യം മാതാപിതാക്കന്മാർ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുകയും ദൈവഭക്തരായി ജീവിച്ചതിൻ്റെ ഫലമായി അവരുടെ മക്കളും ദൈവമക്കളായി ജീവിപ്പാനും ദൈവഭക്തന്മാരായി ജീവിപ്പാനും അവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവിൻ്റെ വേലയിൽ ശക്തിയോടെ പ്രവർത്തിപ്പാൻ തക്കവണ്ണം ദൈവം അവരെ എടുത്ത് ഉപയോഗിക്കുന്നുള്ളത് വാസ്തവമായി ഞങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിച്ചു. അവരുടെ മാതാപിതാക്കന്മാരോടുള്ള സ്നേഹവും വാത്സല്യവും അനുഭവിപ്പാനും
അവരിൽ അറിയുവാനും ഞങ്ങൾക്കിടയായിട്ടുണ്ട്. അങ്ങനെ ഇവിടെ കടന്നു വന്ന് കഴിഞ്ഞ വർഷം പിതാവിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയിലെല്ലാം പങ്കുകൊള്ളുവാൻ സാധിച്ചു. അന്ന് ഞങ്ങൾ നാട്ടിലുണ്ടായിരുന്നു. ഇന്നും ഇവിടെ നാട്ടിലുള്ളതുകൊണ്ടാണ് ഇത്രയും കടന്നു വരുവാൻ സാധിച്ചത്. ഞങ്ങൾക്ക് വാസ്തവത്തിൽ പ്രിയ മാതാവിൻ്റെ വേർപാടിൽ പ്രിയ സഹോദരി സഹോദരന്മാരോടൊന്നിച്ചുള്ള ദുഃഖത്തിലെ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ കർത്താവിൽ അവർക്കുള്ള പ്രത്യാശയും ധൈര്യവും ഓർക്കുമ്പോൾ വാസ്തവത്തിൽ ഇവിടെ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോണക്ക് പ്രിയ പ്രത്യാശയോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടുള്ള ധൈര്യത്തോടും ഉറപ്പോടുകൂടെ അതേ ആയിരിക്കുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് താൻ ഗംഭീരനാമത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാട് സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുന്ന സമയത്ത് പ്രിയ മാതാവ് ഉയർത്തെഴുന്നുള്ള വിശ്വാസത്തോടും പ്രത്യാശയോടും ധൈര്യത്തോട് ജീവിപ്പാൻ ദൈവം എല്ലാവർക്കും കൃപ കൊടുക്കട്ടെ. എല്ലാവരും സർവകൃപാലുവായ സർവാശ്വാസത്തിൻ്റെ ഉറവിടമായ കർത്താവ് എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് എൻ്റെ വാക്കുകൾ ഞാൻ വിരമിച്ചുകൊള്ളുന്നു. വർഗീസ് പാസ്റ്റർ ശാമുവേൽ കുട്ടി. വർഗീസ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായിരിക്കുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്ന പോലെ സ്വർഗത്തിൽ നിന്ന് ഞാനൊരു ശബ്ദം കേട്ടത്, എഴുതുക, ഇന്നു മുതൽ ക്രിസ്തുവിൽ മരിക്കുന്ന പുത്രന്മാർ ഭാഗ്യവാന്മാർ. അതേവ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മച്ചി കഴിഞ്ഞ 85 വർഷക്കാലം ഈ ലോകത്തിൽ ജീവിച്ചു. വളരെ ആത്മീയമായ പ്രത്യാശയിൽ ആമേൻ ദൈവത്താലുള്ള എല്ലാ ദൈവിക നന്മയിലും ഇത്രത്തോളം സന്തോഷിപ്പാനിടയായി തീർന്നു. അമ്മച്ചിയുടെ വേർപാട് ഞങ്ങൾക്ക്, സഹോദരങ്ങൾക്ക്, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വലിയൊരു ദുഃഖവും ഭാരവുമാണെങ്കിലും ക്രിസ്തീയ പ്രത്യാശ പൗലോസ് പറയുന്ന പോലെ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ആയിരിക്കുന്നത് എനിക്ക് അത്യുത്തമം. അമ്മച്ചി ഏറ്റവും അത്യുത്തമമായ ഒരവസ്ഥയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. സഹോദരങ്ങൾ, കുഞ്ഞുങ്ങളൊക്കെയും ദുഃഖത്തിൽ ആണെങ്കിൽ തന്നെയും അമ്മച്ചിയെ വീണ്ടും കാണാം എന്നുള്ള ഒരു വലിയ പ്രത്യാശ ഓരോരുത്തരെയും ഭരിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു അന്തരീക്ഷം ഈ നിലയിലായിരിക്കുന്നത്. എൻ്റെ സഹോദരിയും അനിയത്തി വിവാഹം കഴിച്ചിരിക്കുന്ന സാൻകുട്ടിയാണ്. എൻ്റെയും കുടുംബത്തിൻ്റെയും പ്രത്യേകിച്ച് വെച്ചുചെറിയുള്ള മഞ്ഞളുള്ള കുടുംബത്തിൻ്റെയും നാമത്തിലുള്ള ദുഃഖവും അപ്പോൾ തന്നെ ക്രിസ്തീയ പ്രത്യാശയും പങ്കുവെച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ് വടശ്ശേരിക്കര സെന്ററിന്റെ വൈസ് പ്രസിഡന്റായി സുസ്ഥിരമായ ശുശ്രൂഷകൾ വിവിധ നിലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ശാങ്കുട്ടി. തികഞ്ഞ ക്രിസ്തീയ പ്രത്യാശയോടുകൂടെ നിത്യതയിലേക്ക് ചേർക്കപ്പെട്ട നാമെല്ലാവരും നമ്മെ സ്നേഹിച്ചിരുന്ന വാത്സല്യ മാതാവിൻ്റെ വേർപാടിനുള്ള ബന്ധത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന നമ്മെ എല്ലാവരെയും, വിശേഷാൽ ഈ ആയുസ്സിൽ തനിക്ക് കൊടുത്ത അനുഗ്രഹിതരായ തലമുറകളെയും വചനത്താൽ ദൈവം ആശ്വസിപ്പിക്കുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ധാരാളം കർത്തൃദാസന്മാരുടെ അനുഗ്രഹിതമായ അനുസ്മരണ വാക്കുകൾ ഇവിടെ നാം കേട്ടു. നമ്മുടെ പരമാർത്ഥ ഹൃദയം ഇന്ന് പകൽ ഉണർത്തപ്പെടണമെന്ന് നാം വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം. നമ്മെ നാം സ്നേഹിച്ച യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ഇതുപോലെയുള്ള അനുഗ്രഹിതരായ പ്രിയപ്പെട്ടവർ നമ്മിൽ നിന്ന് വേർപെടുമ്പോൾ തികച്ചും നാം മനസ്സിലാക്കണം, നമുക്ക് ഈ ഭൂമിയിൽ ദൈവം തന്നിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളും കർത്തവ്യങ്ങളും ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി അധ്വാനിപ്പാൻ ഇവർക്ക് ശേഷമായി ദൈവം നമ്മളെ നിയോഗിച്ചിരിക്കുന്നു എന്ന സത്യം നാം മറക്കരുത്. ഈ വാത്സല്യ കുടുംബത്തെക്കുറിച്ച് എനിക്ക് വളരെ അഗാധമായ സ്നേഹവും ആത്മാർത്ഥതയുണ്ട്. ഇന്ന് ഇവിടിരിക്കുന്ന മക്കൾ, കൊച്ചുമക്കൾ, നിങ്ങൾ കണ്ടില്ലേ, വളരെ നല്ലൊരു നിര കൊച്ചുമക്കൾ പുറകിലിരിക്കുന്നു. ഈ വാത്സല്യ മാതാവിൻ്റെ രോഗ അവസ്ഥയിൽ ഞാൻ പലപ്പോഴും ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഈ അമ്മച്ചിയെ ശുശ്രൂഷിക്കുന്ന മക്കളെക്കാൾ അപ്പുറമായി അനുഗ്രഹിതരായ കൊച്ചുമക്കളാണ്. അവർ അവരുടെ വിലപ്പെട്ട സമയങ്ങൾ, അവരുടെ ആത്മാർത്ഥത, സ്നേഹം, അമ്മച്ചിയുടെ ശരീരത്തിനോ മനസ്സിനോ എന്തെങ്കിലും വേദനകൾ വരുമ്പോൾ അവരുടെ ആശ്വാസവും അടുത്തുള്ള സ്നേഹവും ഒക്കെ എന്നെ വളരെ ആകർഷിപ്പിച്ചു. വാസ്തവത്തിൽ ഒരായുസ് മുഴുവന് 85 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന വാത്സല്യ മാതാവിൻ്റെ ഇന്ന് നിശ്ചലമായ ഈ കിടപ്പ് കാണുമ്പോൾ വളരെ ഹൃദയത്തിൽ സന്തോഷമുണ്ട്. ഒരു നല്ല റിസൾട്ട് ഭൂമിയിൽ പ്രദർശിപ്പിക്കാൻ ദൈവത്താൽ ഭാഗ്യം ലഭിച്ചൊരു മാതാവാണിത്. അതിൻ്റെ റിസൾട്ട് തന്നെയാണ് ആത്മീയരായ ഒരു വലിയ തലമുറ.
ഞാനിവിടെ എണ്ണി കൊച്ചുമക്കളുടെ പേര്, മക്കൾ, മരുമക്കൾ, ഇവരെല്ലാം കൂടെ ഏകദേശം 50-ൽ പരം പേർ യേശുക്രിസ്തുവിന്റെ ഉത്തമ സാക്ഷികളായി ഭൂമിയിൽ നിൽക്കുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. ഇവർ കൈവരിച്ച ഭൗതിക നേട്ടമോ ലോകത്തിലെ ഉയർച്ചകളോ ഒന്നുമല്ല ഇവിടെ ശ്രേഷ്ഠത. നിത്യതയ്ക്കായി ഒരുങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഇവരുടെ പുറകിലുണ്ട് എന്നുള്ളതാണ് ഒരു വലിയ സന്തോഷം. ആ സന്തോഷമുള്ളവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. എമ്മച്ചിയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ, കേട്ടിരിക്കാൻ വളരെ സന്തോഷം, വളരെ ആത്മാർത്ഥതയുണ്ടായി. ഞാനിങ്ങനെ എന്നെ തന്നെ ഓർത്തു, നമ്മൾ ഇതേ വഴിയിൽ ഇതുപോലെ ഒരു പെട്ടിയിൽ അല്ലെങ്കിൽ ഇതുപോലെ മൊബൈൽ മോർച്ചറിയിലൊക്കെ നാം കിടക്കുന്ന ഒരു അവസരം, ഒരവസ്ഥ, ഒരു ദിനം നമ്മുടെ മുമ്പിലുണ്ട്. അന്ന് നമ്മളെക്കുറിച്ച് അനുസ്മരണ വാക്കുകൾ ഇങ്ങനെയൊക്കെ പറയാൻ ഒത്തിരി അവസരങ്ങളുണ്ടല്ലോ. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ആത്മാർത്ഥമായ ജീവിതത്തിൽ ജനം ആകർഷിക്കപ്പെട്ട സത്യങ്ങൾ പറയാൻ നമ്മളുടെ ജീവിതം കൊണ്ട് നാം എന്ത് സമൂഹത്തിന് മുമ്പിൽ കാഴ്ചവെച്ചിട്ടുണ്ട്? വാത്സല്യ സഹോദരങ്ങളെ, കേവലം കേട്ട് ഈ വാത്സല്യ ഭവനത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേർന്ന് പോകുന്നതിനപ്പുറമായിട്ട് ഓർക്കണമേ, ഈ ഒരായുസ് ഈ ഭൂമിയിൽ ദൈവം തന്നത് യേശുക്രിസ്തുവിന്റെ മഹിമ കണ്ട സാക്ഷികളായി ദൈവവചന സത്യങ്ങളെ സമൂഹത്തിൽ ഉയർത്തിപ്പിടിക്കാൻ ദൈവത്താൽ ലഭിച്ചൊരവസരമാണ്. പാഴാക്കി കളയരുത്. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ, ശരീരം വിട്ടതിന് ശേഷമല്ല, അവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം പ്രാപിപ്പാൻ നാം ഏവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ വെളിപ്പെടേണ്ടവരാണ്. വേദപുസ്തകം സ്പഷ്ടമായി പറയുന്നു. നാം ഏവരും ഈ നിൽക്കുന്ന പാസ്റ്റർ, ഇവിടെ നിൽക്കുന്ന എല്ലാവരും ഓർത്തുകൊള്ളണമേ, നാം എല്ലാവരും യേശുക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടവരാകുന്നു എന്നുള്ള സത്യം നാം ആരും മറക്കരുത്. വാത്സല്യ സഹോദരങ്ങളെ, ഇന്ന് പകൽ ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാരുടെ നല്ല വചനങ്ങൾ നാം ഇവിടെ കേട്ടുകൊണ്ടിരുന്നു. ശേഷാൽ അനുഗ്രഹീതരായ കർത്തൃദാസന്മാർ എനിക്ക് ശേഷം ദൈവവചനത്തിൽ നിന്ന് ആധികാരികമായി സംസാരിക്കാനുണ്ട്. ഇന്ന് ഈ ഭവനത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേർന്ന അമ്മച്ചിയുടെ അനുഗ്രഹീതമായ ഇന്നലകളുടെ വാക്കുകൾ, ജീവിത ശൈലികളിൽ നിന്ന് മനുഷ്യനെ ആകർഷിച്ച വാക്കുകളൊക്കെ കേട്ട് സന്തോഷത്തോടെ പോകുമ്പോൾ ഇന്നത്തെ ദിവസം ഈ ആയുസ് വരെ ഭൂമിയിൽ ജീവിക്കാൻ ലഭിച്ച നമ്മുടെ ഈ ആയുസ് കൊണ്ട്, ഇന്നുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ന് വരെയുള്ള ജീവിതം കൊണ്ട് നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ പ്രശംസനീയമായ നിലയിൽ ഓർത്ത് സ്തോത്രം പറയാൻ എന്തെങ്കിലും ആത്മീയ അനുഭവങ്ങൾ ഉണ്ടോ എന്നുകൂടെ ഒന്ന് അയവിറക്കുവാൻ ഒരു നല്ല അവസരമാണ്. ഇതുപോലുള്ള മരണവീടുകൾ നമ്മുടെ ജീവിതത്തിന്റെ നിസ്സഹായ അവസ്ഥകളെ നമ്മളെ ഓർപ്പിച്ചുണർത്തുന്ന അവസരമാണെന്നുള്ളത് ആരും മറക്കരുത്. ശ്രദ്ധിക്കണമേ, 85 വയസ്സ് വരെ ഭൂമിയിൽ ജീവിച്ചിരുന്ന വാത്സല്യ മാതാവ് 85 വർഷം ഭൂമിയിൽ ജീവിച്ചിരുന്നു. ഇവിടെ കർത്തൃദാസന്മാർ ഓർപ്പിച്ചു 5 വർഷം കൂടെ കൂടുതൽ കിട്ടി വേദപുസ്തകത്തിൽ ദൈവം നിശ്ചയിച്ച ആയുസിൽ നിന്ന്. ഈ 85 വർഷമെന്നൊക്കെ പറയുമ്പോൾ ഈ ഭൂമിയിൽ നാം വിചാരിക്കും ഒരു ദീർഘമായ വർഷമാണെന്ന്. പക്ഷേ അതിനെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ 31,000 ദിവസം മാത്രമേ ഈ ഭൂമിയിൽ വാത്സല്യ മാതാവിന് ജീവിക്കാൻ ലഭിച്ച അവസരം. എത്രയാണ് നിങ്ങൾ ഓർക്കണമേ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഓർക്കണമേ, നിങ്ങളുടെ വയസ്സിനോട് 365 വെച്ചൊന്ന് ഇൻറ്റു ചെയ്തേ എത്ര വർഷം ഈ ഭൂമിയിൽ ഇന്നുവരെ ജീവിക്കുവാൻ നമുക്ക് അവസരം ലഭിച്ചു. ഓർക്കണം, പരിമിതമായ ജീവിതത്തിൽ പരിമിതമായ ഒരു ആയുസിന്റെ ഉടമകളാണ് ഇവിടെ ഇരിക്കുന്നവർ. നാം ഇവിടെ നേടിയ നേട്ടങ്ങളൊക്കെ നാളുകളിൽ ഇതെല്ലാം വിട്ടിട്ട് പോകുന്നതാണ്. ഇവിടെ മുമ്പ് ഒരു പാസ്റ്റർ ഇവിടെ പ്രസംഗിച്ചപ്പോൾ ഓർപ്പിച്ചല്ലോ, നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന ഈ ജീവൻ നഷ്ടപ്പെട്ടാൽ ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതെല്ലാം ഈ ലോകത്തിൽ നമുക്ക് നഷ്ടപ്പെടുന്നതാണ്. ഓർക്കണമേ, നമുക്കിവിടെ ആധാർ കാർഡ്, പാസ്പോർട്ട്, മറ്റു കാര്യങ്ങളെല്ലാം നമുക്കുണ്ടെന്ന് പ്രശംസിക്കുമ്പോൾ നമ്മുടെ ജീവൻ പോയാൽ ഇതെല്ലാം വിലയില്ലാത്തതായി മാറും. ഇവിടെ എന്തെല്ലാം നേടിയാലും യേശുക്രിസ്തുവിനെ നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള മരണവീട്ടിൽ ഉപദേശിമാരായ ഞങ്ങൾ ഓർപ്പിക്കുന്നത് ഞങ്ങളുടെ ആരുടെയും നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല. ദൈവം തന്ന ഈ ആയുസ്സിൽ യേശുക്രിസ്തുവിനെ തിരിച്ചറിയാതെ നിങ്ങളുടെ ആത്മാവിനെ നഷ്ടമാക്കല്ലേ എന്നുള്ള ആത്മഭാരത്തോടെയാണ് ഞങ്ങളിത് ഓർപ്പിക്കുന്നത്. ഇവിടെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, വേദപുസ്തകത്തിൽ വളരെ സത്യമായി ഓർപ്പിക്കുന്ന ദൈവവചന സത്യം ഗ്രഹിച്ചുകൊണ്ട് വചനം അനുവർത്തിക്കാത്ത ആരും നിത്യരാജ്യത്തിൽ അവകാശമാകുകയില്ലെന്ന് വേദപുസ്തകം പറയുന്നു. സ്തോത്രം. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഒരു ഒറ്റ കാര്യം കൂടെ ഞാൻ ഓർപ്പിച്ച് ഞാൻ വാക്കുകൾ തിരിക്കാം. ശ്രദ്ധിക്കണമേ, കർത്താവായ യേശുക്രിസ്തു തന്റെ ഗിരിപ്രഭാഷണ കാലഘട്ടത്തിൽ യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, എല്ലാത്തിനെയും അതിന്റെ ഫലം കൊണ്ട് തിരിച്ചറിയാം. വരത്തേക്കാൾ വളരെ പ്രാധാന്യം ഫലമാണ്. താൻ എഴുതിയ സുവിശേഷം അതിന്റെ 6-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. 6-ാം അധ്യായത്തിൽ അതിന്റെ 19-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും.
നമ്മെ തിരിച്ചറിയുന്നത് നമ്മുടെ ഫലത്താലാണ്. എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. ഈ സത്യം യേശു കർത്താവ് തിരുവായി മുറിഞ്ഞ വാക്കുകയാണ്. ഓർക്കണമേ, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, എൻ്റെ പിതാവായ ദൈവത്തിന്റെ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ ദൈവരാജ്യത്തിൽ കിടക്കുന്നവർ. അടുത്ത വാക്യത്തിൽ നോക്കിക്കേ, ധാരാളം കൃപാവരങ്ങളുടെ ശുശ്രൂഷകൾ ഉണ്ടെന്ന് അഭിമാനിച്ചവർ പല വരങ്ങൾ ചെയ്തുകൊണ്ട് കർത്താവിന്റെ അടുക്കൽ വന്നപ്പോൾ കർത്താവ് പറഞ്ഞൊരു വാക്കുകൂടെ പ്രശസ്തമാ. നോക്കണമേ, വരത്തേക്കാൾ വളരെ പ്രാധാന്യം ഫലത്തിനാണ്. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ്. അടുത്ത വാക്യത്തിൽ നോക്കിക്കേ, കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളുകളിൽ പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അടുത്ത വാക്യം ഇത്രയും പ്രശസ്തമാണ്, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവീനെന്ന് പറഞ്ഞു. എന്താണ് ഇവർക്ക് പ്രശംസയോടെ യേശുവിന്റെ മുഖത്ത് നോക്കി പറയാനും പറഞ്ഞത്? ഞങ്ങൾ പ്രവചിച്ചവരാണ്, അത്ഭുതങ്ങൾ ചെയ്തവരാണ്, വീര്യപ്രവർത്തികൾ ചെയ്തവരാണ്. പക്ഷേ യേശു അവരോട് പറയുന്നു, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണമേ, വരങ്ങളെക്കാൾ പ്രാധാന്യം ദൈവം നമ്മിൽ തന്നിരിക്കുന്ന ഫലത്തിനാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ വിളിച്ചു പറഞ്ഞത്, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. ഇപ്പോഴേ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു, നല്ല ഫലം കായ്ക്കാത്ത ഏതിനെയും വെട്ടി തീയിലിട്ട് കളയും. ശ്രദ്ധിക്കണം, മരണാനന്തരം മനുഷ്യരുടെ ജീവിതമുണ്ട്. യേശുക്രിസ്തുവിന്റെ വചനത്തെ സ്നേഹിക്കുന്ന, വചനത്തെ അറിയുന്നവന് ഒരു നിത്യജീവൻ കർത്താവ് പ്രദാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ ക്രിസ്തു യേശുവിനെ അറിയാൻ അവസരമുണ്ടായിട്ടും അതിനെ തികച്ചും ഗണ്യമാക്കാതെ പോകുന്നവർക്കൊരു നിത്യ ന്യായവിധി, നിത്യ നരകമുണ്ടെന്ന് സത്യവേദപുസ്തകം വളരെ സ്പഷ്ടമായി പറയുന്നു. ഈ മാതാവിന്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ ആദരപൂർവ്വം വന്ന നിങ്ങളെ എല്ലാവരെയും പ്രത്യേകം വന്ദനം ചെയ്തുകൊണ്ട് ഇന്ന് ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ നിങ്ങളെ ഓർപ്പിക്കട്ടെ, ആരെങ്കിലും നിത്യജീവനെ കൈവരിക്കുവാൻ കഴിയാതെ ഇവിടെയുണ്ടെങ്കിൽ വചനം വായിക്കൂ. സ്പഷ്ടമായി പറയുന്ന നിത്യജീവനുള്ള പ്രമാണം പ്രമാണിക്കൂ. കർത്താവിന് വേണ്ടി ജീവിക്കാൻ ദൈവം നമുക്ക് അവസരം നൽകട്ടെ. മേലത്തെ ഭവനം IPC വടശ്ശേരിക്കര സെന്ററിന് വളരെ അനുഗ്രഹീതമായ ഒരു ഭവനമാണ്. ഈ സെന്ററിന് ഈ കുടുംബം തരുന്ന എല്ലാ കൈത്താങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കുറച്ച് ദിവസത്തെ കൈത്താങ്ങൽ മാത്രമല്ല, ഞങ്ങൾക്ക് വടശ്ശേരിക്കര സെന്ററിനല്ലെങ്കിൽ IPCക്ക് ഈ കുടുംബം നൽകിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രിയ പിതാവും മാതാവും എനിക്ക് ദീർഘ നാളുകളായി അറിയാം. അവരുടെ ജീവിതത്തിലെ നന്മയുടെ ഒരു നല്ല ഭാഗം യേശുക്രിസ്തുവിന്റെ നാമത്തിനു വേണ്ടിയും കർത്തൃദാസന്മാർക്ക് വേണ്ടി ചെലവിട്ടതാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. വളരെ ശുഷ്കാന്തിയോടെ, വളരെ ആത്മാർത്ഥതയോടെ കർത്താവിന് വേണ്ടി ജീവിച്ച ഈ കുടുംബത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഗുരുനാഥമണ്ഡ്, മുണ്ടൻപാറ എന്നീ പ്രദേശങ്ങളിൽ ധാരാളം പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെ സമകാലികരായി പലരും കർത്തൃസന്നിധി ചേർക്കപ്പെട്ടു. ഈ കുടുംബത്തിന്റെ തൊട്ടടുത്തുള്ള പാലക്കത്രയിലെ കുടുംബമാണ്, പ്രിയ പിതാവാണ് ഇപ്പോൾ ഈ പ്രിയ മാതാവിന്റെ അടുക്കൽ വന്നു നിൽക്കുന്നത്. പ്രിയ മാതാവിനെ ഓർക്കുന്നു. ഇവരൊക്കെ ചുറ്റും അടുത്ത് വളരെ ആത്മാർത്ഥമായിട്ട് ഒരു കുടുംബത്തെ പോലെ സ്നേഹിച്ച് സഹകരിച്ച് ജീവിച്ചവരാണ്. അവരുടെ തലമുറകൾ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വടശ്ശേരിക്കര സെന്ററിന്റെ എല്ലാവിധമായ പ്രത്യാശയും ദുഃഖവും ഈ തരണത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു. സെന്ററിലെ മിക്ക കർത്തൃദാസന്മാരിവിടെയുണ്ട്. സെന്റർ പാസ്റ്റർ അല്പം വൈകിയേ വരികയുള്ളൂ, പക്ഷേ അദ്ദേഹം ഇവിടെ എത്തിച്ചേരും. പാസ്റ്റർ CC എബ്രഹാമിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. സെന്റർ സെക്രട്ടറി പാസ്റ്റർ മോഹൻ ഇവിടെയുണ്ട്. മറ്റ് കർത്തൃദാസന്മാർ പലരും ഇവിടെയുണ്ട്. സെന്ററിന്റെ ജോയിന്റ് സെക്രട്ടറി ആയിരിക്കുന്ന MD വർഗീസ് ഇവിടെയുണ്ട്. CS പൊന്നച്ചനുണ്ട്. കമ്മിറ്റി അംഗങ്ങളുണ്ട്. സെന്ററിന്റെ മിക്ക വിശ്വാസ കുടുംബങ്ങളും ഇവിടെയുണ്ട്. വിശേഷാൽ പാസ്റ്റർ റെജിമോൻ C, അനുഗ്രഹീതനായ ഒരു കർത്തൃദാസൻ, അദ്ദേഹത്തിന്റെ വൈഫ് ജോയം, പ്രിയ കുഞ്ഞുങ്ങൾ, ഈ മാതാവിനെ വളരെ നന്നായിട്ട് ശുശ്രൂഷിച്ചു എന്നുള്ളത് നന്നായിട്ട് അറിയാം. ഈ കർത്തൃദാസൻ ഞങ്ങൾക്കൊക്കെ വളരെ മാതൃകയുള്ള അനുഗ്രഹീതനായ ഒരു ദൈവദാസനാണ്. ദൈവം ഉപയോഗിക്കുന്ന കർത്തൃദാസൻ PYPയുടെ അധ്യക്ഷനായി സെന്ററിൽ നിന്നുകൊണ്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നു. രായിച്ചാൻ, സാങ്കുട്ടിച്ചാൻ, ജോയിച്ചാൻ, നിങ്ങളെ എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവ് അധികമായി സഹായിക്കട്ടെ. പ്രിയ പിതാവും മാതാവും നിങ്ങൾക്കൊരു നല്ല മാതൃക കാണിച്ചിട്ട് പോയി. അത് തുടരുക. ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി നിങ്ങൾ അധ്വാനിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ബ്രദർ ജോർജ് കുട്ടി, ബ്രദർ ജെയിംസ് ജോൺ
സമയത്തെക്കുറിച്ച് നമുക്ക് നല്ല ബോധമുണ്ട്. ഷോർട്ടായി കട്ട് ചെയ്ത് പ്രസക്ത ഭാഗം, എസ്പെഷ്യലി വീട്ടുകാർക്കും സമയത്തെക്കുറിച്ച് നല്ല ബോധമുണ്ട്. വളരെ പരിജ്ഞാനത്തിൽ ഉപയോഗിക്കണം. നിലത്തു വീണ ഗോതമ്പ് മണി പോൽ നാഥൻ സേവയിൽ മരിച്ചോർ. നിലത്തു വീണ ഗോതമ്പ് മണി പോൽ നാഥൻ സേവയിൽ മരിച്ചോർ. സിംഹാസനസ്ഥരായി നിന്നോട് സിയോനിൽ സദാകാലമവർ വാഴുമേ. സിംഹാസനസ്ഥരായി നിന്നോട് സിയോനിൽ സദാകാലമവർ വാഴുമേ. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം എൻ്റെ മാതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രിയ മാതാവിനെക്കുറിച്ച് എത്ര തന്നെ പറഞ്ഞാലും അതൊന്നും മതി വരികയില്ല. ദൈവമാതാവിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. 1979 മേലേത്ത് കുടുംബവുമായിട്ട് എനിക്ക് ബന്ധപ്പെടുവാൻ ഇടയായി തീർന്നു. അന്നു മുതൽ ഇന്ന് വരെയും പ്രിയ മാതാവ് കുടുംബത്തിൻ്റെ മാത്രമല്ല എല്ലാവരുടെയും ഒരു മാതാവായിരുന്നു. കരുതുന്നവ, പോറ്റുന്ന, നല്ല ഒരു സ്നേഹത്തിൻ്റെ ഉടമ. ദൈവമാതാവിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്തദാസന്മാരെയും ദൈവമക്കളെയും മറ്റുള്ളവരെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും പോഷിപ്പിക്കുകയും ചെയ്ത ഒരു മാതാവ്. ദൈവനാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. തൻ്റെ കഷ്ടതയിലും പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും ദൈവമക്കളോടും മറ്റുള്ളവരോടും കരുണ കാണിച്ച ഒരു മാതാവ്. ദൈവനാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ബോസ് രൂത്തിനോട് പറയുന്നു, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ആശ്രയിച്ചു വന്ന ഇവൾ പൂർണ്ണ സമാധാനത്തോടെ പൂർണ്ണ സംതൃപ്തിയോടെ ആയിത്തീരട്ടെ എന്ന് പറയുന്നു. ദൈവത്തോട് സ്തോത്രം ചെയ്യുന്നു. പ്രിയ മാതാവ് കർത്താവിനെ പിൻപറ്റുവാനും മാനസാന്തരപ്പെടുവാനും സ്നാനപ്പെടുവാനും പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാനും ജീവിതത്തിൽ ജയകരമായ ഒരു ജീവിതം ചെയ്ത് ഒരു നല്ല അവസാനം പ്രാപിപ്പാൻ പ്രിയ മാതാവിന് സഹായിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരളവിൽ ദുഃഖമുണ്ടെങ്കിലും ഞങ്ങളുടെ പ്രിയ മാതാവ് ദുഃഖമില്ലാത്ത, കണ്ണുനീരില്ലാത്ത, മുറവിളിയില്ലാത്ത, മരണമില്ലാത്ത, രോഗമില്ലാത്ത ആ നിത്യ വാസസ്ഥലത്തിലേക്ക് കടന്നുപോയി ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ പ്രത്യാശയുണ്ട്. ദൈവത്തിനോട് സ്തോത്രം ചെയ്യുന്നു. ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് എൻ്റെ വാക്കുകളെ ചുരുക്കാം. ദൈവത്തിനോട് സ്തോത്രം ചെയ്യുന്നു. സാരാഭാത്തിലെ ആ മാതാവ് ദൈവദാസനായിരിക്കുന്ന ഏലിയാവിനെ പോഷിപ്പിച്ച നിമിത്തമായിട്ട് അവിടെ കലത്തിലെ മാവ് കുറഞ്ഞു പോയില്ല, അവിടെ ഭരണിയിലെ എണ്ണ തീർന്നു പോയില്ല. ദൈവത്തിനോട് സ്തോത്രം ചെയ്യുന്നു. തലമുറകൾക്ക് വേണ്ടി കരുതുവാൻ, സമ്പാദിച്ചു വയ്ക്കുവാൻ ലോകത്തിൽ നമ്മൾ ഒന്നും ചെയ്യണ്ട. നാം ദൈവത്തെ മാനിച്ചാൽ മതി. ദൈവത്തിന് വേണ്ടി, ദൈവദാസന്മാർക്ക് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി വല്ലതും ചെയ്താൽ ദൈവം ഒരിക്കലും അതിനെ കടവിടുന്ന ദൈവമല്ല. ദൈവത്തോട് സ്തോത്രം ചെയ്യുന്നു. കലത്തിലെ മാവെന്ന് പറഞ്ഞാൽ ഭൗതിക നന്മ, ഭരണിയിലെ എണ്ണ എന്ന് പറഞ്ഞാൽ ആത്മീയമായ അനുഗ്രഹങ്ങൾ. ദൈവത്തോട് സ്തോത്രം ചെയ്യുന്നു. ഈ ഞങ്ങൾക്ക് കുടുംബാംഗങ്ങൾക്കെല്ലാം ആത്മീയവും ഭൗതികമായ നന്മകളാൽ ദൈവം ഞങ്ങളെ നിറച്ചു. ദൈവത്തോട് സ്തോത്രം ചെയ്യുന്നു. പ്രിയ
പിതാവിൻ്റെയും മാതാവിൻ്റെയും കഷ്ടപ്പാടുകൾ മാത്രമല്ല, ആത്മീയ കാര്യങ്ങൾക്ക് ശുഷ്കാന്തിയും തീഷ്ണതയുള്ള ഒരു കുടുംബമായിരുന്നു, മാതാവായിരുന്നു. രാത്രികാലങ്ങളിൽ ഉറക്ക നിലവിളിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി, വിശുദ്ധന്മാർക്ക് വേണ്ടി കരയുന്ന ഒരു കുടുംബവും മാതാവും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ കഴിഞ്ഞ തിങ്കളാഴ്ച വെളുപ്പിന് ഞങ്ങളുടെ എന്നേക്കുമായിട്ടുള്ള ആ വിളക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അണഞ്ഞുപോയി. എന്നാൽ നിത്യതയിൽ ഉദയസൂര്യനായി ആ മാതാവ് ഇന്ന് പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കിരണങ്ങൾ നാലുപാടും വിതറിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. നല്ല പേർ സുഗന്ധ തൈലത്തെക്കാൾ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. എത്ര ഭരണി എണ്ണ തൈലം ഇവിടെ ഒഴിച്ചാലും ഈ മാതാവിന്റെ ഗുണഗണങ്ങൾ പറഞ്ഞു തീർക്കുവാൻ കഴിയുകയില്ല. ദൈവത്തോട് സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള ഒരു മാതാവ്, സ്നേഹമുള്ള ഒരു മാതാവ്, ആർദ്രതയുള്ള ഒരു മാതാവ്, നല്ലതുവണ്ണം പ്രാർത്ഥിക്കുന്ന ഒരു മാതാവ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ വലിയ ഭാഗ്യത്തിലേക്ക്, പ്രത്യാശയിലേക്ക് ദൈവം അടിയനെയും കൊണ്ടുവന്നല്ലോ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നല്ലോ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കൊണ്ടുവന്നല്ലോ, മക്കളെ കൊണ്ടുവന്നല്ലോ, കുടുംബത്തെ കൊണ്ടുവന്നല്ലോ. ഈ മാതാവിനെ പിൻപറ്റിയവരോ ആരും നഷ്ടപ്പെട്ടു പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ദൈവത്തോട് സ്തോത്രം. അത്ര നല്ലൊരു മാതൃക കുടുംബങ്ങൾക്ക്, ദേശത്തിന്, സഭയ്ക്ക്, വിശുദ്ധന്മാർക്കെല്ലാം നൽകിയതിന് ശേഷമായിട്ടാണ് തന്റെ ജീവിതം ഈ ലോകത്തിൽ അവസാനിപ്പിച്ചത്. ദൈവത്തോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് താമസമിനാ വെളിപ്പെടുമ്പോൾ ആ വലിയ പ്രത്യാശയിൽ ഈ മാതാവിനോടൊന്നിച്ച് ഞങ്ങളും കാണപ്പെടുമെന്നുള്ളതാ. ആ വലിയ ഭാഗ്യ പ്രത്യാശയിൽ ഞങ്ങളുടെ ജീവിതത്തെ ഒരു പ്രാവശ്യം കൂടെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥനയെ അപേക്ഷിച്ചുകൊണ്ട് എന്റെ സാക്ഷ്യത്തിൽ നേരുന്നുകൊള്ളും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് കഴിഞ്ഞ 3 സംവത്സരങ്ങൾ അനുഗ്രഹമായി ഈ ദേശത്ത് ഇന്ത്യൻ പെന്റക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ് ചാന്തകാവ് കർമ്മേൽ സഭയിൽ സുസ്ഥിരമായ ശുശ്രൂഷ നിർവഹിച്ചിപ്പോൾ ട്രിവാൻഡ്രം സിറ്റിക്കകത്തുള്ള IPC ഗ്രേസ് ടാബർനാക്കിൾ ശുശ്രൂഷിക്കുന്ന ഇവിടുത്തെ ഫോർമർ പാസ്റ്റർ അലക്സ് ജോൺ. വളരെ വേദനയോടും ഒത്തിരി ഓർമ്മകളോടുമാണ് ഈ രാവിലെ സമയം പ്രിയമാതാവിൻ്റെ മൃതശരീരത്തിന് മുമ്പിൽ നിൽക്കുന്നത്. കർത്തദാസനോടെ ഓർമ്മിപ്പിച്ചതുപോലെ കഴിഞ്ഞ 3 വർഷങ്ങൾ ഈ ദേശത്ത് വന്ന് പാർക്കുവാൻ ദൈവ അവസരങ്ങൾ ഒരുക്കി. ദീർഘ 12 വർഷത്തോളമായി റജി പാസ്റ്റർ കുടുംബമായി മാതാപിതാക്കളോടൊപ്പം ഇവിടെ പാർക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷ കാലയളവിലാണ് IPC ചാന്തകാവ് സഭയോടുള്ള ബന്ധത്തിൽ, ആത്മീയ ബന്ധങ്ങളിൽ മുന്നോട്ട് വരുവാൻ ഉള്ള അവസരങ്ങളുണ്ടായത്. ഞങ്ങൾ കടന്നു വന്ന കാലം മുതൽ ഒരു ഭവനത്തിലെ അംഗം പോലെ ഞങ്ങളെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന അവരുടെ ആത്മീയ പൈതൃകം, അവരുടെ ആത്മാർത്ഥതയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ ഒത്തിരി അവസരങ്ങൾ ഒരുക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ചാന്തകാവ് സഭയിൽ അവരൊരു മെമ്പർഷിപ്പ് എടുത്ത സഭയുടെ ആത്മീയ അംഗങ്ങളായി തീർന്നതിൻ്റെ 2ാമത്തെ മാസം വാത്സല്യ പിതാവ് നിത്യതയിൽ ചേർക്കപ്പെടുവാനിടയായി. ആ പിതാവിൻ്റെ വേർപാടിൻ്റെ ആ സമയം കിടക്കയിൽ ഞങ്ങൾ പാടി കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ടിരുന്ന സന്ദർഭം ഓർക്കുന്നു. കൃത്യം 1 വർഷം കഴിഞ്ഞപ്പോൾ ആ പ്രിയ മാതാവും അതേ നിലയിൽ നല്ലൊരു അവസാനം പ്രാപിപ്പാൻ ദൈവം അവസരങ്ങൾ നൽകിയല്ല. പിതാവിൻ്റെ മരണശേഷം അന്നു മുതൽ മാതാവ് പലപ്പോഴും രോഗിയായി താൻ ഭാരപ്പെട്ടെങ്കിലും അനർത്ഥം, മരണം വന്നു എന്ന് ഞങ്ങൾ ചിന്തിച്ച സമയത്തൊക്കെ പ്രത്യേകമായി ദൈവം വിടുവിച്ച സമയങ്ങളുണ്ട്. കഴിഞ്ഞ മാസം കോഴഞ്ചേരി മുത്തൂറ്റ് ആശുപത്രിയിൽ വന്ന് മാതാവിനെ കാണുവാൻ, പ്രാർത്ഥിപ്പാൻ ഒക്കെ ദൈവം അവസരം നൽകി. എന്നാൽ ഞാൻ ദിവസവും ഈ കുടുംബത്തെ ഓർക്കാറുണ്ട്. അതിന് കാരണമുണ്ട്. പ്രിയ പിതാവിൻ്റെ മരണശുശ്രൂഷയുടെ സമയത്ത്
നമ്മുടെ സെമിത്തേരിയിൽ ക്രമീകരിക്കപ്പെട്ടതായ കുടുംബ കല്ലറ, ആ കല്ലറ തീർന്നോ എന്ന് നോക്കുവാൻ ഞാനവിടെ ചെന്നപ്പോൾ അതിൻ്റെ മുകൾ വശം ഇടിഞ്ഞ് 12 അടി താഴ്ചയിലേക്ക് ഞാൻ വീഴുവാനിടയായി. എന്നാൽ അന്ന് വൈകിട്ടും പിറ്റേന്നുള്ള ശവസംസ്കാര ശുശ്രൂഷയിലുമൊക്കെ ഞാൻ സ്ട്രക്ചറിലൊക്കെയാണ് ആ ശുശ്രൂഷയിൽ പങ്കെടുത്തത്. അങ്ങനെ വൈകാരികമായ ഒത്തിരി ബന്ധം ഈ കുടുംബമായിട്ടുണ്ട്. ഞാൻ റജി പാസ്റ്ററോട് എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു മാതാവിനെയും പിതാവിനെയാണ് ദൈവം തന്നത്. അതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയം. ഞാൻ പേരൻസിനോടും പറയാറുള്ള ഒരു കാര്യം, അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ ദൈവം അവർക്ക് നൽകി. കൃതദാസനോട് ഓർമ്മിപ്പിച്ചതുപോലെ മുണ്ടൻപാറയിൽ ദീർഘവർഷങ്ങൾക്ക് മുമ്പ് വനങ്ങളായിരുന്ന സ്ഥലത്ത് കാർഷിക ജോലിയോട് ബന്ധപ്പെട്ട് അവിടെ ആ സ്ഥലം ഏറ്റെടുത്ത് അവർ പ്രവർത്തിക്കുകയും അധ്വാനിക്കുകയൊക്കെ ചെയ്തെങ്കിലും ആ ദേശത്ത് കർത്താവിൻ്റെ വേലയ്ക്ക് വാതിൽ തുറന്നു കൊടുക്കുവാൻ, ചിലവാക്കുവാൻ ഈ മാതാപിതാക്കൾ തയ്യാറായി. അതൊട്ടും നഷ്ടമായില്ല. അതെല്ലാം നന്മകളായി ഫലങ്ങളായി തീരുന്നത് കാണുവാൻ ഇടയായതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ ജോയ് ചാനെ കുടുംബം, രാജ് ചാനെ കുടുംബം, സാമുട്ടി ചാനെ കുടുംബം, പ്രിയ റജി പാസ്റ്ററെ കുടുംബം, ജോർജ് കുട്ടി ചാന, ജെറി ചാന, സാംകുട്ടി ചാന, അവരുടെ കുടുംബങ്ങൾ, കൊച്ചുമക്കൾ, അവർക്ക് നഷ്ടപ്പെട്ടത് കേവലം ഒരു മാതാവല്ല, കരുതുന്ന, സ്നേഹിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു വലിയ ഹൃദയത്തിനുടമയായ മാതാവാണ്. അത് നേരെ കാണുവാനും പരിചയപ്പെടുവാനുള്ള അവസരങ്ങൾ ഒരുക്കപ്പെട്ടിട്ടുണ്ട്. ഈ നഷ്ടം നികത്തുവാൻ കഴിയാത്തതാണെന്ന് അറിയാം. എന്നാൽ പിതാക്കന്മാർ, മാതാക്കൾ പിന്തുടർന്ന വിശ്വാസം, ആ ആത്മീയ പൈതൃകം തലമുറയിൽ പിന്തുടരുവാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ മാതാവിൻ്റെ മൃതശരീരത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു വലിയ ചരിത്ര കാലഘട്ടം കണ്ട ഒരു മാതാവാണ്. ജീവിതത്തിൻ്റെ കഷ്ടങ്ങളും ഇല്ലായ്മകളും നഷ്ടങ്ങളും പ്രതിസന്ധികളും കണ്ട ഒരു മാതാവ് മാത്രമല്ല, ജീവിതത്തിൽ ദൈവം മാനിക്കുന്ന, ദൈവം അനുഗ്രഹിക്കുന്ന ശ്രേഷ്ഠതകളും ഉന്നത അനുഭവങ്ങളും കണ്ട് ദൈവത്തിൽ സന്തോഷിച്ച ഒരു മാതാവാണ്. ഇംഗ്ലീഷിലൊരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയുണ്ട്, വെൻ എ ട്രീ ഈസ് ലേഡ് ഡൗൺ ഇറ്റ് ഈസ് വെൽ മെഷേർഡ്. ഒരു മരം ഒരു നിലത്ത് നിൽക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒത്തിരി അഭിപ്രായങ്ങൾ പറയുവാൻ കഴിയും. ഇത്ര ഉയരം കാണും, ഇത്ര വീതി കാണും, ഇത്ര കാതൽ കാണും. അത് വെട്ടിയിടുമ്പോഴേ അതിൻ്റെ ശരിയായ കാതലും നീളവും ഉയരവും അറിയുവാനൊക്കത്തുള്ളൂ. ഈ മാതാവിൻ്റെ ജീവിതം ദൈവസഭയ്ക്ക്, നമ്മുടെ സമൂഹത്തിൽ കുടുംബത്തിന് എത്ര ശ്രേഷ്ഠകരമായിരുന്നുവെന്നാണ് ഈ മഹനീയ ശുശ്രൂഷ വെളിപ്പെടുത്തുന്നത്. ആ നിത്യതയുടെ തേജസ്സിൽ ഈ മാതാവിനെ കാണാമെന്നുള്ള പ്രത്യാശയോടെ ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. എനിക്ക് ശേഷം കർത്തൃദാസന്മാർ ദൈവവചനം സംസാരിപ്പാനുള്ളതുകൊണ്ട് ഞാൻ ദൈവവചനത്തിൽ നിന്നൊന്നും സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ ഒരു പ്രത്യാശ ഹൃദയത്തിലുണ്ട്. പ്രിയമാതാവിനെ ഇവിടെ കണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തിയതുപോലെ വിശുദ്ധന്മാരുടെ മുൻനിരയിൽ തന്നെ ഈ മാതാവിനെയും കാണാമെന്നുള്ള പ്രത്യാശ ദൈവം നമുക്കെല്ലാം നൽകട്ടെ. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ദൈവമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, 85 വയസ്സുവരെയും ഈ ഭൂമിയിൽ പാർത്ത് മക്കളെയും കൊച്ചുമക്കളെയും ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളെയും കണ്ട് സന്തോഷിച്ച് ദുഃഖങ്ങൾ അനുഭവിച്ച് വേദനപ്പെട്ട് നിരാശപ്പെട്ട് കർത്താവിൽ ആശ്വസിച്ച് നന്മകൾ കണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഞങ്ങളുടെ പ്രിയ മാതാവ് ഈ ലോകത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം നിത്യതയുടെ പൻപുലരിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുമ്പോൾ കർത്താവ് മാനുഷികമായ നിലയിൽ ഞങ്ങൾക്കെല്ലാം വേദനകളുണ്ട്, ഭാരങ്ങളുണ്ട്. എന്നാൽ ആശ്വസിപ്പിക്കുന്ന കർത്താവ് ഞങ്ങളുടെ കൂടെ ഉള്ളതിനാൽ സ്തോത്രം. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ലെന്ന് അരുളി ചെയ്ത അരുമനാഥന്റെ കരം
ഈ പ്രിയമാതാവിന്റെ മക്കളെയും കൊച്ചുമക്കളെയും പിടിക്കുമാറാകണമേ. ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ടെന്ന് അരുളി ചെയ്ത കർത്താവേ, അവിടുത്തെ ദിവ്യ സാന്നിധ്യം പ്രിയപ്പെട്ടവരുടെ കൂടെ ഇരിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അവരുടെ മാതാവും പിതാവും കാണിച്ച നല്ല മാതൃകകൾ പിന്തുടർന്ന വിശ്വാസം, കൈമുതലായി ലഭിച്ച ആത്മീക പൈതൃകങ്ങൾ തലമുറകൾ കാത്തു സൂക്ഷിക്കുവാൻ, വിശ്വസ്തരായ ദൈവനാമത്തിനു വേണ്ടി നിൽപ്പാൻ പിന്നെയും അവരെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ സകല ആശ്വാസങ്ങളും ഈ ഭവനത്തിന്മേലും പ്രിയപ്പെട്ടവരുടെ മേലും പകരണമേ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച ഞങ്ങളുടെ മാതാവിനെ തേജസ്സിൽ കാണാമെന്നുള്ള പ്രത്യാശ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നൽകിയിരിക്കുകയാൽ സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആർക്കെങ്കിലും ആ പ്രത്യാശ കൈവരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഈ ശുശ്രൂഷ അതിന് കാരണമാകണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. തിരുസാന്നിധ്യത്തിൽ നിറച്ചാട്ടം ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു. ഇതിപ്പോൾ റെയിനി സീസണാണ്, നമുക്കറിയാം. ആഫ്റ്റർനൂൺ മഴയുടെ ഒരു സമയമാണ്. അതുകൊണ്ട് നമുക്ക് സമയം തക്കത്തിൽ നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്യേണ്ടിയിട്ടിരിക്കുന്നു ശുശ്രൂഷ. കണ്ടോളൻസിനുള്ള, അതായത് അനുസ്മരണയ്ക്കുള്ള സമയത്തിന് വിരാമം കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് ഇന്ത്യൻ പെന്റക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റ് ട്രഷറർ കർത്താവിൻ്റെ വിലയദാസൻ സണ്ണി മുളമൂട്ടിൽ. അതിനുശേഷം മേലത്തെ കുടുംബത്തിൻ്റെ പ്രതിനിധിയായിട്ട് ബ്രദർ പാപ്പച്ചായൻ ഷോർട്ടായി കട്ട് ചെയ്ത് തന്നിട്ട് കാര്യങ്ങൾ പറയും. ദൈവതിരുനാമം ഈ പകൽക്കാലവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവ് ഭൂമിയിൽ നൽകിയ 85 വർഷത്തെ ആയുഷ്കാലം വളരെ ഫലപ്രദമായി അനുഗ്രഹമായി തികച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ദൈവത്തിൻ്റെ സമയത്ത് വിളിച്ചു ചേർക്കപ്പെട്ട ഈ വന്യ മാതാവിൻ്റെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ഇന്ന് പകൽക്കാലം ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. വളരെ വിശ്വസ്തമായി ഈ കർത്താവിനെ സേവിക്കുകയും ദൈവനാമത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെന്ന സ്ഥാനങ്ങളിലൊക്കെ നല്ല സാക്ഷ്യം പുലർത്തുകയും അനുഗ്രഹമായ നിലയിൽ കുഞ്ഞുങ്ങളെ ക്രിസ്തീയ മൂല്യങ്ങളിൽ വളർത്തുകയും ദൈവമുള്ളവരായി അവരെ ഈ ലോകത്തിന് കാഴ്ചവെക്കുകയും ചെയ്ത ഈ പറഞ്ഞ മാതാവിൻ്റെ ജീവിതം എന്തുകൊണ്ടും വിജയകരമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സർവോപരി യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ, അനേക ജ്ഞാനികൾക്ക് മറച്ചുവെച്ച സത്യങ്ങൾ വളരെ ധീരമായി ഏറ്റെടുക്കുവാൻ പ്രിയമാതാവിന് കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ജീവിതം കൊണ്ട് ഏറ്റവും അർത്ഥപൂർണ്ണമാക്കുന്നത്. തനിക്ക് 4 ആൺകുഞ്ഞുങ്ങളെയും 4 പെൺകുഞ്ഞുങ്ങളെയും ദൈവം ദാനമായി നൽകി. ഇളയ മകൻ ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയിലെ ഒരു അനുഗ്രഹീതനായ ശുശ്രൂഷകനായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നായി ഞാൻ കാണുന്നത്. പ്രിയ റജി പാസ്റ്റർ IPCയുടെ ബന്ധത്തിൽ ഒരു അനുഗ്രഹീത ശുശ്രൂഷകനാണ്. മറ്റ് സഹോദരങ്ങളെ ആരെയും എനിക്ക് അറിയില്ലെങ്കിലും കർത്താവിൻ്റെ ദാസനെ അറിയാം. പ്രിയമാതാവിനെ പറ്റി കേൾക്കുവാനും പ്രിയപിതാവിനെ വേർപാട് സമയത്ത് അന്വേഷിക്കുവാനും ഒക്കെ എനിക്ക് കഴിഞ്ഞുവെങ്കിലും ഇന്നിവിടെ വരുവാൻ കഴിഞ്ഞതിൽ ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോട് ശേഷിക്കുന്ന നാം ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ആയിരിക്കുന്നുള്ള വലിയ പ്രത്യാശ നമ്മുടെ ഹൃദയങ്ങളുണ്ട്. പ്രിയമാതാവിനെ നിത്യതയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് കാണാമെന്നുള്ള വലിയ പ്രത്യാശ ഞാനിവിടെ പങ്കുവെക്കുന്നു. എത്ര പ്രായമാണെങ്കിലും കഷ്ടപ്പെട്ട് വളർത്തി നന്നായി അധ്വാനിച്ച് കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുന്ന മാതാപിതാക്കളുടെ വേർപാടുകൾ ഏത് പ്രായത്തിലും പ്രിയപ്പെട്ടവർക്ക് വേദനാജനകമാണ്. പ്രിയ മാതാവിന് അന്തിമമായി നൽകുന്ന ഈ ഭൗതിക ശരീരത്തിൽ നൽകുന്ന വിടവാങ്ങലിൽ കർത്താവിൻ്റെ സാന്നിധ്യം പ്രിയപ്പെട്ടവരുടെ കൂടെ ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മുറിവുള്ള ഹൃദയങ്ങളെ, തേങ്ങളുടെ ഹൃദയങ്ങളെ, ബന്ധുമിത്രാദികൾ, ചർച്ചക്കാർ, പ്രിയപ്പെട്ടവർ, കൊച്ചുമക്കൾ, ഈ വീടുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും, പ്രത്യേകിച്ച് ചാന്തുകാവ് സഭയിലുള്ള പ്രിയപ്പെട്ടവർ, എല്ലാ ദൈവദാസന്മാർ, ഇവിടെ കടന്നു വന്ന എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുടുംബത്തിൻ്റെയും ആശ്വാസവും സമാധാനവും ഞാനിവിടെ അറിയിക്കുന്നു. ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ കേരള സ്റ്റേറ്റ് കൗൺസിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരുടെയും എക്സിക്യൂട്ടീവ്സിനെ ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് പ്രസിഡന്റ് ഇവിടെ ഉണ്ടല്ലോ, പ്രിയപ്പെട്ടവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട്
എല്ലാവരുടെയും ആശ്വാസവും സമാധാനവും ഒരു പ്രാവശ്യം കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. രണ്ട് ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സന്നിഹിതരായിരിക്കുന്ന ശ്രേഷ്ഠരായ ദൈവദാസന്മാർ, കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, ദേശവാസികൾ, പ്രിയപ്പെട്ടവർ, പ്രായമായ മാതാപിതാക്കന്മാർ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കട്ടെ. മാലേത്ത് കുടുംബത്തിലെ എൻ്റെ പിതാവിന് 4 സഹോദരങ്ങളാണ്. അതിൽ രണ്ടാമത്തെ സഹോദരൻ്റെ മൂത്ത മകൻ്റെ ഭാര്യയാണ് കർത്തൃസേനയിലേക്ക് ചേർക്കപ്പെട്ട ഈ ശ്രേഷ്ഠയായ കൊച്ചമ്മ. പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് പരിമിതികൾ ഒത്തിരി ഉണ്ടായിരുന്നു. ആദ്യകാല കാലങ്ങളെക്കുറിച്ച് അച്ചായൻ എന്നോട് പറയുന്നത് ഓർക്കുമ്പോൾ റിയലി ഐ വണ്ടർ, എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലായിരുന്നു. യൂണിറ്റി സ്ട്രെങ്ത് എന്ന് തക്ക തുണയാ അച്ചായന് കൊടുത്തത്. എൻ്റെ സഹോദരൻ ഒരു ഹാർഡ് വർക്കറായിരുന്നു. ശലമോൻ പറയുന്നുണ്ടല്ലോ, നോ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഹാർഡ് വർക്ക്. അധ്വാനശീലം വലിയ സമ്പത്താണ്. ഇതായി കുഞ്ഞുങ്ങളും കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ എൻ്റെ ഹൃദയം പൗലോസ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എത്ര സ്തോത്രം ചെയ്താലും ഇടപെടാതെ പ്രാർത്ഥിക്കണം, എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. അതത്രേ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിലുള്ള ദൈവേഷ്ടം. ഞാൻ ഷോർട്ട് ഈസ് സ്വീറ്റ് എന്നാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു ദൈവദാസൻ പക്ഷെ ടി.ബി. തോമസ് എന്ന് പറയും, സുപ്രസിദ്ധനായ വ്യക്തിയാണ്. അദ്ദേഹം പറയുമായിരുന്നു, സാക്ഷ്യം എപ്പോഴും ടെലഗ്രാം പോലെ ആയിരിക്കണം. അതുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു. എല്ലാ അളവിലും എല്ലാ രീതിയിലും എല്ലാവർക്കും, നാട്ടിലുള്ളവർക്കോ വീട്ടിലുള്ളവർക്കോ മാത്രമല്ല, സമൂഹത്തിന് തന്നെയും താനിരുന്ന ചുറ്റുപാടിലൊക്കെയും എല്ലാവർക്കും താനൊരു അനുഗ്രഹമായിരുന്നു. ഒരു വാക്കിൽ ഞാൻ പറഞ്ഞാൽ അങ്ങനെയാണ്. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം കെട്ടിപ്പടുക്കുവാൻ രണ്ടുപേരും കൂടെ യൂണിറ്റി സ്ട്രെങ്ത് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച് കാണുമല്ലോ, നല്ല ഐകമത്യമായിരുന്നു. ഭൂമിയിൽ രണ്ടുപേർ ഐകമത്യപ്പെട്ട് എന്ത് യാചിച്ചാലും കർത്താവ് പറഞ്ഞു അത് നിങ്ങൾക്ക് തരുമെന്ന്. 37-ാം സങ്കീർത്തനത്തിൽ അതിൻ്റെ 4-ാം വാക്യത്തിലുണ്ടല്ലോ, അതെ, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, നിന്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് തരും. ആഗ്രഹപ്രകാരം കണ്ടാൽ അറിയാം, ചുറ്റുപാടും നോക്കിയാൽ അറിയാം. പ്രിയമുള്ളവരെ, ദൈവത്തെ മാനിക്കുന്നവനെ ദൈവം മാനിക്കുമെന്നുള്ളത് ഇപ്രകാരം എന്നുള്ളത്, അതെ, പൗലോസ് പറയുന്ന പോലെ, അതെ, വ്യർത്ഥമനുഷ്യ എന്ന് പറയുന്നുണ്ട്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം, പ്രവർത്തനത്തിൽ കൂടി. കൊച്ചമ്മയെക്കുറിച്ച് 2-3 ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ സൂചിപ്പിക്കാം. ഒന്ന്, ദൈവസ്നേഹം ഏറ്റവും ഞാൻ കണ്ടിട്ടുള്ള കൊച്ചമ്മയിലാണ്. മുമ്പേ ഒരാൾ സൂചിപ്പിച്ച ഒരു പരമാർത്ഥമാണ്. പരിചയമുള്ളവരെ കാണുമ്പോൾ കെട്ടിപ്പിടിച്ചിട്ട് പിന്നൊരു വാക്കൂടെ പറയും, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. സുവിശേഷത്തെക്കുറിച്ച് പൗലോസ് പറയുന്നുണ്ടല്ലോ, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ലെന്ന്. കൊച്ചമ്മയ്ക്ക് സുവിശേഷത്തെക്കുറിച്ച് ഒരു ലജ്ജയുമില്ലായിരുന്നു. രോഗിയായി കഷ്ടത്തിലായിരിക്കുമ്പോൾ ആ മുത്തൂറ്റ് വന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ 3 പേര്, അവർ 3 പേരോട് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞത്, നീ രക്ഷിക്കപ്പെടണം, നീ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ഒന്ന് അനിയനോടായിരുന്നു. ആ അനിയൻ മുമ്പേ സാക്ഷി പറഞ്ഞ് കേട്ട് കാണുമല്ലോ. സുവിശേഷത്തെക്കുറിച്ച് ഇത്രമാത്രം താല്പര്യമുള്ള ഒരു വ്യക്തി എടുത്തു പറയേണ്ട കാര്യമാണ്. മാത്രമല്ല പ്രിയമുള്ളവരെ, തന്റെ സ്നേഹവും സഹായവും ഫലം കായ്ക്കുന്നതിനെ കുറിച്ച് എനിക്ക് മുമ്പേ പറഞ്ഞ ദൈവദാസൻ പറഞ്ഞല്ലോ, വൃക്ഷത്തിന് ഫലമാണ് ശ്രേഷ്ഠം. നല്ല ഫലങ്ങളെ പുറപ്പെടുവിച്ചു. ഫലങ്ങളായി ഇരിക്കുന്നതും നിൽക്കുന്നതും കേൾക്കുന്നതും എല്ലാം. ഞാൻ ഒരു വാക്കുകൂടെ പറഞ്ഞ് നിർത്തട്ടെ. കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷത ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശുദ്ധന്മാരെ ചേർക്കുവാൻ കർത്താവ് വരുമ്പോൾ വിശുദ്ധനായി ജീവിക്കുന്നവന് മാത്രമേ കർത്താവിനെ വിശുദ്ധിയിൽ എതിരേൽപ്പാൻ സാധ്യമുള്ളൂ. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായി സംഭവങ്ങൾ അത് വിളിച്ചറിയിക്കുന്നു, അതിനെ നിറവേറിക്കുന്നു. ഒരു വാക്കുകൂടെ പറഞ്ഞുകൊണ്ട് ഞാനിവിടെ അവസാനിക്കും. വിത്ത് ഗോഡ് യു ആർ എ ഹീറോ. ബ്രിട്ടീഷുകാരൻ പറയുന്നൊരു വാക്കാണ്.
ഹിന്ദു സ്നേഹിതന്മാരെ എന്നെ പഠിപ്പിച്ച സാറ് പറഞ്ഞു, ഈശ്വര ഭയം സർവ്വജയത്തിനും കാരണമെന്ന്. ബ്രിട്ടീഷ് കമ്പനിയിൽ മില്ലർ എന്നോട് പറഞ്ഞു, എബ്രഹാം, എൻ്റെ പേര് എബ്രഹാം എന്നാണ്, എബ്രഹാം, വിത്ത് ഗോഡ് യു ആർ എ ഹീറോ, വിത്തൗട്ട് ഗോഡ് യു ആർ സീറോ എന്ന്. ഈ സീറോ ആണ് പ്രിയമുള്ളവരെ ഒരു ഹീറോ ആണ് റിയലായിട്ട്. അച്ചായൻ്റെ കുടുംബജീവിതം എത്ര ശ്രേഷ്ഠമായിരുന്നു, എല്ലാവർക്കും മാതൃകയാക്കാൻ കൊള്ളാവുന്ന ഒരു ജീവിതമായിരുന്നു. അവയെ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുന്ന അത്യുത്തമം, ദ ബെസ്റ്റ്, ഏറ്റവും ശ്രേഷ്ഠമായ അനുഭവത്തിലേക്ക് പോയിരിക്കുകയാണ്. ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറുക. കർത്താവിൻ്റെ വരവ് ആസന്നമായി. അത് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ അന്ത്യകാലയളവിൽ കർത്താവിൻ്റെ വരവിനായി ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ വരവിൽ കാണപ്പെടണമെന്നാണ് എൻ്റെ ആശയാഗ്രഹം. അതിന് ഓടിക്കൊണ്ടിരിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരുടെയും വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയെ അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കും. താങ്ക് യു അച്ഛാ. അനുസ്മരണയ്ക്കുള്ള സമയം 2 കർത്തൃദാസന്മാരും ഇവിടെ ഉണ്ട്. അവർ ഓരോ വാക്കിൽ പറഞ്ഞ് ഇവിടെ നിർത്തി തുടർന്ന് ദൈവദിന ശുശ്രൂഷയ്ക്ക് വേണ്ടി സമയത്തെ മാറ്റുകയാണ്. ഇന്ന് ഈ ശുശ്രൂഷ, സംസ്കാര ശുശ്രൂഷ നിർവഹിക്കുവാൻ വേണ്ടി നമ്മൾ ക്ഷണിച്ച് കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ വലിയൊരു ദാസൻ, ഇന്ത്യൻ പെന്റക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റ് പ്രസിഡന്റും ക്രിസ്തുവിൽ പ്രസിദ്ധനായ പാസ്റ്റർ KC തോമസ് അവർകൾ, ക്രിസ്തുവിൽ പ്രസിദ്ധനായ പ്രഭാഷകൻ പാസ്റ്റർ രാജു മേത്ര, APC വടശ്ശേരിക്കര സെന്ററിന്റെ സെന്റർ ശുശ്രൂഷകനായി ശുശ്രൂഷ ചെയ്യുന്ന പാസ്റ്റർ റെജി മോൻസി ഉൾപ്പെടുന്ന സെന്ററാണത്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ CC എബ്രഹാം, എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആമേൻ. തുടർന്ന് പാസ്റ്റർ ചെറിയാൻ, പാസ്റ്റർ കുരുവിള ഓരോ വാക്കിൽ പറഞ്ഞ് നമ്മുടെ അനുസ്മരണ സമയം ഇവിടെ അവസാനിക്കുന്നു. വാത്സല്യ മാതാവിൻ്റെ ദൈവയോഗത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന മക്കളോടും കൊച്ചുമക്കളോടും പ്രിയപ്പെട്ടവരോടും ദുഃഖത്തിൽ ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന ചേർത്തകൾ പങ്കുചേരുന്നു. പ്രത്യാസനപരമായ ഒരു അനുഭവം പ്രിയമ്മച്ചിന്റെ മുമ്പിലുള്ളത് കൊണ്ട് സ്തോത്രം. പ്രിയപ്പച്ചൻ്റെ അമ്മച്ചിയുടെ ജീവിതം മക്കൾക്കെന്നും പ്രചോദിതമായിരുന്നു, ആത്മീയമായ ഉത്തേജനമായിരുന്നു. ദൈവം അവരെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വാക്കുകൾ. പ്രൈസല്ലോ. ദൈവവചനം വായിക്കും പോലെ നല്ല ഓർപ്പൊരുതു ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടത്തിനായി. വാത്സല്യ മാതാവിനെ നെറ്റിയിലേക്ക് ദൈവം ചേർത്തോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഏറിയ നാളത്തെ ആത്മീയ ബന്ധം ഞങ്ങൾക്കുണ്ട്. തൻ്റെ മരണത്തിന് ചില മണിക്കൂറുകൾക്ക് മുമ്പും ജീവനോടെ വന്ന് കാണുവാൻ, പ്രാർത്ഥിക്കുവാൻ ദൈവമായ കർത്താവ് ഞങ്ങളെ കുടുംബമായി സഹായിച്ചു. ദുഃഖത്തിലായിരിക്കുന്ന തൻ്റെ മക്കൾക്കെല്ലാം ദൈവം സമാധാനവും ആശ്വാസവും നൽകട്ടെ. ഉയർപ്പിൻ്റെ പൊൻപുലരിയിൽ ഈ മാതാവിനെ വീണ്ടും തേജസ്സേറിയ ശരീരത്തോടെ കാണാമെന്നുള്ള വലിയ പ്രത്യാശയോടെ യാത്ര അയക്കാം. വലിയവനായ ദൈവം നമ്മെ സഹായിക്കുമാറാം. ഒരു കോറസ് ചരണം പാടും. ദൂരവേ ദർശിച്ചി ഭാഗ്യദേശം പൂർവപിതാക്കളാം അപ്പോസ്തലർ ദൂരവേ ദർശിച്ചി ഭാഗ്യദേശം ആകയാൽ ചെയ്തമെന്നിലാവ് അന്യരെന്നെണ്ണി ലോകമതി ആകയാൽ ചെയ്തമെന്നിലാവ് അന്യരെന്നെണ്ണി ലോകമതി യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും. തുടർന്ന് കർത്താവിൻ്റെ വലിയ ദാസൻ പാസ്റ്റർ CC എബ്രഹാം ബ്രീഫായിട്ട് 1-2 കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം കർത്താവിൻ്റെ വലിയ ദാസൻ പാസ്റ്റർ വർഗീസ് എബ്രഹാം അതിനെ ശുശ്രൂഷിക്കും. ശേഷം അമ്മച്ചിയുടെ കൊച്ചുമക്കളെല്ലാം കൂടെ ചേർന്ന്
ഒരു ഗ്രൂപ്പ് സോങ് പാടും. അതിനുശേഷം സമയത്ത് ഹാൻഡ് ഓവർ ചെയ്യുന്ന കർത്താവിന്റെ ഉരിദാസൻ പാസ്റ്റർ കെ.സി. തോമസ്. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട മാതാവിൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദീർഘവർഷങ്ങളായി എനിക്ക് വളരെ പരിചയവും ബന്ധവും സ്നേഹവുമുള്ള ഒരു മാതാവാണ്. പ്രിയപ്പെട്ട മാതാവിൻ്റെ രോഗ അവസ്ഥയിൽ പല സന്ദർഭത്തിലും വന്ന് കാണുവാനും പ്രാർത്ഥിപ്പാനും ഇടയായിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ മരിച്ച സമയത്തും അതിനുശേഷവും വീട്ടിൽ വന്ന് ആത്മീയ കൂട്ടായ്മയിൽ പങ്കെടുക്കുവാൻ പ്രിയപ്പെട്ടവരെ ആശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഇടയായിട്ടുണ്ട്. ഞാനതുകൊണ്ട് കർത്താവിൻ്റെ ദാസനോട് പറഞ്ഞാൽ പ്രസംഗിക്കുന്നില്ല. ഇന്നിവിടെ ഗസ്റ്റായിട്ട് വന്നിട്ടുള്ള ദൈവദാസന്മാർക്ക് അവസരം നൽകുകയാണ്. ഈ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ, സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവദാസന്മാർക്കായി സമയം നൽകുന്നു. സിദ്ധന്മാരാം പൂർവപിതാക്കളെല്ലാം മധ്യാകാശത്തിൽ കല്യാണ വിരുന്നിൽ, സിദ്ധന്മാരാം പൂർവപിതാക്കളെല്ലാം മധ്യാകാശത്തിൽ കല്യാണ വിരുന്നിൽ ക്ഷണിക്കപ്പെട്ടു പന്തിയിരിക്കുമ്പോൾ, ക്ഷണിക്കപ്പെട്ടു പന്തിയിരിക്കുമ്പോൾ ആമോദമായി പാടും, ആമോദമായി പാടും, ആമോദമായി പാടും ശാലേമിൻ ഗീതം, ആമോദമായി പാടും, ആമോദമായി പാടും, ആമോദമായി പാടും ശാലേമിൻ ഗീതം. തികഞ്ഞ ക്രിസ്തീയ പ്രത്യാശയോടുകൂടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ലോകത്തിലെ സകല ബന്ധങ്ങളും കല്ലറ കൊണ്ട് അസ്തമിക്കുമ്പോൾ കല്ലറയ്ക്കപ്പുറത്തേക്ക് കടന്നു പോകുന്ന ജീവന്റെ പ്രത്യാശ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കൾ തമ്മിലുള്ള ആത്മീയ ബന്ധത്തിനുണ്ട്. എൻ്റെ സഹോദരിയെയാണ് പ്രിയ അമ്മച്ചിയുടെ മകൻ പ്രിയ രായിച്ചാൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. ദീർഘവർഷങ്ങളുടെ ബന്ധം ഞങ്ങൾക്ക് ഈ പ്രിയപ്പെട്ട കുടുംബവുമായിട്ടുണ്ട്. കരയുന്ന ഒരമ്മയുടെ കരങ്ങളിൽ നിന്നും അതിൻ്റെ തലമുറകളെ തട്ടിയെടുക്കുവാൻ ലോകത്തിലെ മുഴുവൻ നരകീയ ശക്തികളും ഒരുമിച്ച് ശ്രമിച്ചാലും സാധ്യമല്ലെന്ന് സെന്റ് അഗസ്റ്റിൻ പറഞ്ഞതിൻ്റെ ജീവിക്കുന്ന തെളിവാണ്. പ്രാർത്ഥനയോടുകൂടെ തലമുറകളെ ദൈവകൃപയിൽ വളർത്തിയ ഈ മാതാവിൻ്റെ ഭൗതിക ശരീരത്തിന് ചുറ്റാകെ ആ കുഞ്ഞുങ്ങൾ സാക്ഷ്യത്തോടെ നിലകൊള്ളുന്നത്. ഈ മുഖം ഇനിയും ചിരിക്കുമോ? ഈ കണ്ണുകൾ ഇനിയും തുറക്കുമോ? ഈ വായ ഇനിയും ചലിക്കുമോ? ഇത് 6 അടി മണ്ണിൽ നീറിയൊടുങ്ങുകയല്ലേ? കല്ലറയ്ക്കപ്പുറത്ത് പ്രതീക്ഷയ്ക്ക് വല്ല വകയുമുണ്ടോ? ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെയുണ്ട്. എന്നാൽ പ്രത്യാശ നിറഞ്ഞ ദൈവമക്കൾ നമ്മുടെ വാങ്ങിപ്പോയ മാതാവിൻ്റെ മുഖത്ത് നോക്കി പറയുന്നു, ഈ മുഖം ഇനിയും ചിരിക്കും, ഈ കണ്ണുകൾ ഇനിയും തുറക്കും. കാഹളത്തിന്റെ ഉരത്ത നാദം മധ്യാകാശത്തിൽ മുഴങ്ങുന്ന ഉയർപ്പിൻ പ്രഭാതത്തിൽ, കല്ലറകൾ ഭേദിച്ച് വിശുദ്ധന്മാർ ഉയർക്കുന്ന ഉയർപ്പിൻ പ്രഭാതത്തിൽ, ദൈവപുത്രന്റെ 33.5 തിരുവയസ്സിലെ പ്രഭാകാന്തിയിൽ പ്രിയ മാതാവ് നിത്യ യൗവന കാന്തിയോടെ ഉയർക്കുന്ന ഉയർപ്പിൻ പ്രഭാതത്തിൽ ഈ മുഖം ഇനിയും ചിരിക്കും. മരണാനന്തരം ആത്മാക്കൾക്ക് അമർത്യതയുണ്ടോ? കല്ലറയ്ക്കപ്പുറത്ത് ശരീരരഹിതമായി നിലനിൽപ്പുണ്ടോ? ഇന്നേക്ക് ചില നാളുകൾക്ക് മുൻപ് ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജിൽ ആദ്യമായി DNA ലാബ് ടെസ്റ്റ് DNA കണ്ടുപിടിച്ച ലാബ് കാണുവാൻ ലഭ്യമായ അവസരം ഓർക്കുന്നു. 16 കൊല്ലം മുൻപ് ചത്തുപോയൊരു എലിയുടെ കോശം ക്ലോൺ ചെയ്ത് അതുപോലെ ഒരു എലിയെ പുനർജീവിപ്പിച്ചു വെച്ചിരിക്കുന്ന കാഴ്ച അത്ഭുതകരമാണ്. പറക്കുന്ന ഡിനോസറുകൾ, ഹിമകരടികൾ, അങ്ങനെ 150 ബില്യൺ വർഷങ്ങൾക്ക് പുറകിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന പറക്കുന്ന ഡിനോസറുകൾ ഉൾപ്പെടെയുള്ളവരുടെ അസ്ഥികൂടം ക്ലോണിങ്ങിന് വേണ്ടിയും DNA രൂപീകരണത്തിന് വേണ്ടിയും ഒരുക്കിയിട്ടുണ്ട്. അവിടെ നിന്നൊരു മലയാളി ഡോക്ടറോട് ഞാൻ ചോദിച്ചു, ഡോക്ടർ, മരിച്ചുപോയതും വംശനാശം ഭവിച്ചതുമായ അസ്ഥികോശങ്ങൾ
നിന്ന് ആ ജീവിയെ മടക്കി വരുത്താൻ നിങ്ങൾക്ക് കഴിയുമോ? 16 കൊല്ലം മുൻപ് ചത്തുപോയ ഒരു എലിയുടെ കോശത്തിൽ നിന്ന് അതിൻ്റെ രോമം ക്ലോൺ ചെയ്ത് അതുപോലെ ഒരു എലിയെ പുനർജീവിപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ മരിച്ചുപോയ മൺമറഞ്ഞ പ്രിയപ്പെട്ടവരുടെ അസ്ഥിക്കഷണങ്ങളോ ഫോസിലുകളോ കിട്ടിയാൽ അതിൽ നിന്ന് ആ വ്യക്തിയെ മടക്കി വരുത്താൻ ശാസ്ത്രത്തിന് എന്തെങ്കിലും കഴിയുമോ? അപ്പോൾ ആ ഡോക്ടർ എന്നോട് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: പാസ്റ്റർ, നിങ്ങൾ വിശ്വസിക്കുകയില്ല, 16 കൊല്ലം മുൻപ് ചത്തുപോയൊരു എലിയുടെ കോശത്തിൽ നിന്നും ആ എലിയെ തിരിച്ചു മടക്കി വരുത്താൻ ശാസ്ത്രത്തിന് കഴിഞ്ഞെങ്കിൽ അധികം താമസിക്കാതെ മരിച്ചുപോയ പ്രിയപ്പെട്ടവരുടെ അസ്ഥികൂടങ്ങളുടെ ഫോസിലുകളിൽ നിന്ന് ആ വ്യക്തിത്വങ്ങളെ മടക്കി വരുത്തുന്ന ദിവസങ്ങൾ പുറകിലുണ്ട്. അത് കേട്ടപ്പോൾ ഞാൻ തുള്ളിച്ചാടി. കാര്യം മറ്റൊന്നല്ല, എൻ്റെ നാഥൻ പറഞ്ഞു, ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിലുള്ളവരെല്ലാം അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുന്ന നാഴിക വരുന്നു എന്ന് വിളിച്ചു പറഞ്ഞെങ്കിൽ ഈ പ്രിയ മാതാവിന്റെ ഭൗതിക ശരീരത്തിൽ നോക്കിക്കൊണ്ട് വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കൾ പ്രത്യാശയോടെ പറയുന്നു, ഇനിയും ഒരു ദിവസം തേജസ്സിന്റെ തീരത്ത് നമുക്ക് ഒരുമിച്ച് കാണാം. പ്രശസ്തനായ ഒരു നാസ്തികൻ, അദ്ദേഹത്തിന്റെ പേര് റെയ്മൻ മൂഡി, ഇംഗ്ലണ്ട്